പിടിയിലിരിക്കുന്ന ഒരാളെ പാലക്കാട് നിന്ന് ഇതിനകത്ത് ഒരു പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അയാൾ ഇതിനകത്ത് നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ഒരാൾ ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനി 11 നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു 11 പ്രതികളെയാണ് ഇനി കിട്ടാനുള്ളത്. സൂചനകളുണ്ട്. ഈ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടോ? ലുക്കൌട്ട് നോട്ടീസിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. സർക്കുലർ. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളെ മരണത്തിലേക്ക് തള്ളിവിടുന്നവർ SFI എന്ന പ്രസ്ഥാനത്തിന്റെ ചുടുചോറ് വാരുന്നവരാകുന്നത് പാർട്ടി നേതൃത്വം ഇനിയും തിരിച്ചറിയാത്തതോ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതോ? പൂക്കോട് വെറ്ററിനറി കോളേജിലെ മിടുക്കനായ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ജീവൻ ഉത്തരവാദി ഈ പ്രസ്ഥാനമല്ലാതെ മറ്റാരാണ്? ക്യാമ്പസിൽ വിയോജിപ്പുകൾക്ക് പോലും ഇടം കൊടുക്കാതെ ജനാധിപത്യത്തെ ഏകാധിപത്യമാക്കി മാറ്റുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പൂക്കോട് വെറ്ററിനറി കോളേജ് ക്യാമ്പസ്. അതല്ലെങ്കിൽ ക്രൂരമായ ആൾക്കൂട്ട വിചാരണ SFI യൂണിറ്റ് സെക്രട്ടറിയും ക്യാമ്പസ് യൂണിയൻ പ്രസിഡന്റും ചേർന്ന് നടത്തിയിട്ടും ഒരാളെങ്കിലും വായനക്കിയേനെ. ആത്മഹത്യയാണ്, നിങ്ങൾ വീട്ടിൽ പൊയ്ക്കോളൂ എന്ന് പോലീസ് പറഞ്ഞൊഴിഞ്ഞതും ഭരണക്കാരെ പിണക്കാതിരിക്കാൻ. അതിക്രൂരമായ SFI വിചാരണ കോടതിയുടെയും നഗ്നനാക്കി നടത്തിയ നരനായാട്ടിന്റെയും നേർചിത്രം പുറത്തു വന്നപ്പോൾ 4 പേരെ സസ്പെൻഡ് ചെയ്തു, ഞങ്ങൾ ചെയ്യിച്ചതല്ല എന്ന തൊടുന്യായം പറയുന്ന ആർഷോയും കൂട്ടരും വിറങ്ങലിച്ചു നിൽക്കുന്ന സമൂഹ മനസാക്ഷി കാണെ സിദ്ധാർത്ഥിനെ നഷ്ടമായ മാതാപിതാക്കളോട് മാപ്പ് ചോദിക്കണം. പ്രൈം ഡിബേറ്റിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് വക്താവ് ശ്രീ ജിൻഡോ ജോൺ, സിദ്ധാർത്ഥിന്റെ അടുത്ത ബന്ധുവായ ശ്രീ ഷിബു എ, CPMന്റെ സഹയാത്രികനായ പ്രൊഫസർ B ജയരാജ്, MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് എന്നിവരാണ്. ആദ്യം ശ്രീ ഷിബുവിലേക്ക് പോകുന്നതിന് മുൻപ്, സിദ്ധാർത്ഥിന്റെ അടുത്ത ബന്ധുവാണ് അദ്ദേഹം. ഷിബുവിലേക്ക് പോകുന്നതിന് മുൻപ് SFIയുടെ പങ്കാളിത്തം ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നതാണ്. അത് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയെ വിളിച്ചിരുന്നു. അദ്ദേഹം ആദ്യം സമ്മതം അറിയിച്ചതാണ് SFIയുടെ ഒരു പ്രതിനിധിയെ അയക്കാമെന്ന്. ജിൻഡോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഞാൻ പറയുന്നത്? ആർഷോ ആദ്യം അറിയിച്ചിരുന്നു ഒരു പ്രതിനിധിയെ അയക്കാം ഈ ചർച്ചയ്ക്കെന്ന്. പക്ഷേ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ പറയുന്നു, സെൻട്രലിൽ നിന്ന് പറഞ്ഞു ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട. ഇന്നത്തെ വിഷയം ലോകായുക്ത ഭേദഗതി ബിൽ, അത് രാഷ്ട്രപതി ഒപ്പുവെച്ചത്, അതിനെക്കുറിച്ചുള്ള ചർച്ച മതിയെന്ന്. അതായത് ചാനലുകൾ ആ ചർച്ച നടത്തുമ്പോൾ മാത്രം പ്രതിനിധിയെ അയച്ചാൽ മതി CPM ഇന്ന് എന്ന്. എന്താണ് അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്തായാലും ഇന്നത്തെ വിഷയം അത് മാത്രമല്ല. ഇന്നത്തെ വിഷയം ഈ നരനായാട്ടിനെ കുറിച്ചുള്ളതാണ്. ഈ നരനായാട്ടിൽ സിദ്ധാർത്ഥിനെ ഇല്ലാതാക്കിയതിൽ SFIയുടെ പങ്ക് തന്നെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. അതിൽ SFI പ്രതിനിധി ഇല്ലെങ്കിലും ഒരു വിഷയവുമില്ല. ഉണ്ടെങ്കിൽ അവരെ ടെലിഫോണിലും ട്രൈ ചെയ്യാം. വേണമെങ്കിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കാം. CPM സഹയാത്രികൻ പ്രൊഫസർ B ജയരാജ് കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ ഷിബു, അവസാനം പോലീസ് ഇപ്പോൾ 7 പേരെ പിടികൂടിയിട്ടുണ്ട്. ആകെ 18 പേരാണെന്നാണ് പറയുന്നത് പോലീസ്. അതിൽ 7 പേരെ പിടികൂടിയിട്ടുണ്ട്. SFIയുടെ പങ്കാളിത്തം എത്രമാത്രം ഉള്ളതായാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുള്ളത്? താങ്കൾ പൂക്കോട് പോയതല്ലേ ഈ മരണം ഉണ്ടായതിനു ശേഷം? അതെ, ഞാൻ പൂക്കോട് പോയിരുന്നു. മരണം അറിഞ്ഞ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ കോളേജിലെ പ്രത്യേകത എന്ന് പറയുന്നത്, കോളേജിൽ ഒരു യൂണിയനേ ഉള്ളൂ, SFI മാത്രം. SFI യൂണിയനാണ് കോളേജ് കൺട്രോൾ ചെയ്യുന്നത്. മൊത്തത്തിൽ കോളേജിന്റെ പ്രവർത്തനങ്ങൾ SFIയുടെ കയ്യിലാണ്. ഈ നമ്മൾ മരണമായിട്ട് ബന്ധപ്പെട്ട് പോയപ്പോൾ പോലും മറ്റുള്ളവർക്ക്, ഡീനിനോ മറ്റുള്ള അധ്യാപകർക്കോ ഈ മരണത്തെക്കുറിച്ച് ഒരു കാര്യവും അറിവില്ല. അതേപോലെ കോളേജിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മറ്റുള്ളവർക്ക് അറിയില്ല. അത്തരത്തിൽ മുഴുവൻ പ്രവർത്തനങ്ങളും ഈ യൂണിയന്റെ തലത്തിലാണ് അത് പ്രവർത്തിച്ചു വരുന്നത്. ഈ ആൾക്കൂട്ടമായിട്ട് നിന്ന് ഈ കുട്ടികൾ, അവിടുത്തെ SFI യൂണിറ്റ് ഭാരവാഹികൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് അറിയാം പ്രതികളായിട്ട് വന്നിട്ടുള്ളത്. അപ്പം ഇവർ ചേർന്ന് ഈ ഒറ്റക്കെട്ടായി ഒരു യൂണിയൻ ആയതുകൊണ്ട് മാത്രം, SFIയുടെ ഒരു യൂണിറ്റ് മാത്രം നിന്നാണ് ഈ പ്രവർത്തികളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കോളേജിന്റെ ആധിപത്യം SFIയിലാണ്. അതുകൊണ്ട് മാത്രമാണ് ഈ റാഗിംഗ്, എന്തെങ്കിലും വിചാരണ, കുട്ടികൾ പറയുന്നത് അവിടുത്തെ എന്തെങ്കിലും തെറ്റ് കുട്ടികൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കോടതി എന്ന് പറയുന്നത് മെൻസ് ഹോസ്റ്റലാണ്. ആ കോടതിക്കകത്ത് വിചാരണ നടത്തുന്നത് ഈ SFI ആണ്. ശിക്ഷ വിധിക്കുന്നത് അവരാണ്, അത് നടപ്പിലാക്കുന്നത് അവരാണ്. അതാണ് അവിടെ ഇപ്പോൾ നടക്കുകയും ചെയ്തത്. അവന് ഈ എന്താണ് അവിടെ നടന്നതെന്ന് അറിയില്ല. വാലന്റൈൻസ് ഡേ ആയിട്ട് സംഭവത്തിലുണ്ടായ ഒരു ചെറിയൊരു ഇഷ്യൂ, നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഇഷ്യൂ ആയിട്ടാണ് അത് കാണാൻ കഴിയുള്ളൂ. ഒരു പെൺകുട്ടിയായിട്ട്
ഡാൻസ് കളിക്കുന്നത് വലിയ തെറ്റായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പം അത്തരത്തിലുള്ള ഒരു തെറ്റ് മറ്റുള്ള കുട്ടികളുടെ താല്പര്യപ്രകാരം ഈ പാർട്ടി ഈ യൂണിറ്റും അവനിലുള്ള അവന്റെ വളർച്ചയിൽ അസൂയ പൂണ്ടവരും കൂടെ ചേർന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു നാടകം പോലെ ഉണ്ടാക്കുകയും അതിൽ നിന്നുമാണ് ഈ ഒരു ചർച്ച ഇവര് ഒരു വിധി നടപ്പിലാക്കേണ്ടി വരുന്നത്. ഈ കുറ്റത്തിനെ കുറിച്ച് അവിടെ ഒരു കോടതിയിൽ നമ്മൾ കേസൊക്കെ തീർപ്പാക്കും പോലെ അത് അവര് ഒരുമിച്ച് തീർപ്പാക്കിയതും അതിന്റെ വിധി എന്നുള്ള രീതിയിൽ ഈ കൊലപാതകം നടത്തിയതും. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ ഒറ്റ യൂണിറ്റേ ഉള്ളത് കൊണ്ട് മാത്രം നമുക്കത് എടുത്തു പറയാം. ആ യൂണിറ്റിന്റെ ആ SFI എന്ന് പറയുന്ന യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളാണ് ആ കോളേജിലുള്ളത്. അതിന്റെ പ്രവർത്തന ഫലമാണ് ഈ കൊലപാതകം. ഷിബു, ഇപ്പോൾ ഇത് ഈ സിദ്ധാർത്ഥിനോട് ഈ വാലന്റൈൻസ് ഡേയിൽ നടന്ന ഈ സംഭവം അതിലുണ്ടായ ദേഷ്യം മാത്രമാണോ, അതോ സിദ്ധാർത്ഥ് SFIയിൽ ചേർന്ന് പ്രവർത്തിക്കാത്തതിന്റെ ഒരു ദേഷ്യമാണോ ഉണ്ടായിരുന്നത് ഈ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സീനിയേഴ്സിനും? അത് മാത്രമല്ല, ഒപ്പം പഠിച്ചവർ പോലും സിദ്ധാർത്ഥിനെതിരെ രംഗത്തെത്തിയെന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്കിതെല്ലാം അവിടെ ഈ മരണം അന്വേഷിച്ച് ചെന്നപ്പോൾ ചില വിദ്യാർത്ഥികളിൽ നിന്ന് കിട്ടിയ വിവരമാണല്ലോ. അവർ പോലും പേടിച്ച് വിറച്ചിരുന്നു എന്നാണല്ലോ പറയുന്നത്. പോലീസിനാണെങ്കിൽ ഒരു വിവരവും ആ സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ ഈ വാലന്റൈൻസ് ഡേയിൽ അവിടെ ഒരു സംഭവം നടന്നു, അതിൽ സിദ്ധാർത്ഥിനെതിരെ പരാതി കൊടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് സിദ്ധാർത്ഥിനെ തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിക്ക്, നാട്ടിലേക്ക് നെടുമങ്ങാട്ടേക്ക് വരുന്ന വഴിക്ക് തിരിച്ചു വിളിച്ചത് എന്നും കേട്ടിരുന്നു. അത് കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഫോണിൽ നിന്ന് വിളിച്ച് അങ്ങനെ സിദ്ധാർത്ഥ് എറണാകുളത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തിരിച്ച് വയനാട്ടിലേക്ക് പോവുകയായിരുന്നു എന്ന്. പക്ഷേ ഇന്ന് പോലീസിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു പരാതി പോലീസിന് കിട്ടിയിട്ടേ ഇല്ല സിദ്ധാർത്ഥിനെ കുറിച്ചെന്ന് പോലീസ് ഡിവൈഎസ്പി, കൽപ്പറ്റ ഡിവൈഎസ്പി പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ഡ്രാമ അവിടെ ക്രിയേറ്റ് ചെയ്തു ഇല്ലേ സിദ്ധാർത്ഥിനെ ക്യാമ്പസിലേക്ക് വീണ്ടും വിളിച്ചു വരുത്തുന്നതിന് വേണ്ടി, വീട്ടിലേക്ക് പോന്ന സിദ്ധാർത്ഥിനെ വിളിച്ചു വരുത്തുവാൻ വേണ്ടി. ഈ SFIയിൽ ചേർന്ന് പ്രവർത്തിക്കാത്തതും SFIയെ അംഗീകരിക്കാത്തതുമാണോ സിദ്ധാർത്ഥിന്റെ പേരിലുള്ള യഥാർത്ഥ തെറ്റ്? അതിനുവേണ്ടി അതും കൂടെ ഉൾപ്പെടുത്തിയായിരുന്നോ ഈ ആൾക്കൂട്ട വിചാരണ, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നാടകമായിരുന്നോ ഈ ആൾക്കൂട്ട വിചാരണയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ആ വിഷയം? സർ, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നേരത്തെ അറിയില്ല. ഞങ്ങൾ പറഞ്ഞു, നേരത്തെ കോളേജിൽ പോയപ്പോൾ ഡീൻ ഉൾപ്പെടെയുള്ളവർ അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നാണ് പറഞ്ഞത്. അവർക്ക് ഒരു കാര്യവും അറിയില്ല. ഈ മരണത്തിനെ സംബന്ധിച്ച് മറ്റുള്ള കാര്യങ്ങളോ ഡീനിനോ മറ്റുള്ള അധ്യാപകർക്കോ അറിയില്ല. അപ്പോൾ അത് അറിയാതിരിക്കുന്നത് നമ്മൾ അവിടെ ചെന്ന് നമുക്ക് ഈ മരണത്തിനോട് ശേഷം നാട്ടിൽ വരുന്നതിനോടൊപ്പമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത്. ഇത്രയും കൊടിയ ക്രൂരതകളൊക്കെ നടക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത്. അല്ലാതെ അവിടുന്ന് നേരത്തെയുള്ള ഒരു അറിവൊന്നുമല്ല. പിന്നീട് നമുക്ക് കിട്ടിയതാണ് അവിടെ ഈ ഒരു വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു ഇഷ്യൂ, ചെറിയൊരു ഇഷ്യൂ ഉണ്ടായെന്നും അതിൽ നിന്നുമാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നും. പക്ഷെ ആ പരാതി എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി കൊടുത്തെന്ന് പറയുന്ന പരാതി, അത് വാസ്തവരഹിതമാണ്. ആ പരാതി ഇവന് ഈ മരണം സംഭവിച്ചതിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ആ കുട്ടിയുടെ നിന്ന് SFI ആ പരാതി എഴുതി വാങ്ങിയത്. അല്ലാതെ അതിനു മുന്നേ ഒന്നും ഒരു പരാതിയും ഇല്ല. അപ്പൊ അത്തരത്തിൽ അതൊക്കെ വെറുതെ ഇവര് ക്രിയേറ്റ് ചെയ്ത്, അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ വിളിച്ച് പറഞ്ഞൊരു വിദ്യാർത്ഥി, ആ കോളേജിൽ സഹപാഠി, സിദ്ധാർത്ഥന്റെ സഹപാഠി തന്നെയായ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട്, അവിടെ നടക്കുന്നത് കൊലപാതകം പോലെയുള്ള പ്രശ്നങ്ങളിൽ SFI എത്തിച്ചെന്ന് കഴിഞ്ഞാൽ അവർ അടുത്ത് ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ മാത്രമാണ് ഈ പെൺവിഷയമെന്ന്. അപ്പം നമുക്ക് ആ രീതിയിൽ മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ. അതോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ സ്വാധീനം, നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ വിഷയത്തിൽ മാത്രമാണോ അല്ലെങ്കിൽ അവൻ ആ യൂണിറ്റിൽ ചേരാത്തത് കൊണ്ടാണോ ഈ പ്രശ്നം ഉണ്ടായതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ, അവൻ ആ ഫസ്റ്റ് ഇയർ അവിടുത്തെ CRP ആയിരുന്നു, ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിരുന്നു. അത് ഒരു ഇതിലും രാഷ്ട്രീയ ചവ ഇല്ലാതെ അവന്റെ പേഴ്സണാലിറ്റി കണ്ട് അവൻ കയറിയതാണ്, അവന്റെ ഇഷ്ടത്തോടെ കയറിയതാണ്, അല്ലാതെ രാഷ്ട്രീയ രീതിയിലല്ല. സെക്കൻഡ് ഇയർ ആയപ്പോൾ അത് മാറുകയും ചെയ്തു. എന്നാൽ യൂണിയൻ പ്രവർത്തനങ്ങളിൽ അവൻ സജീവമായിട്ട് ഇടപെടാറുമില്ല. അവന് അത് താല്പര്യക്കുറവുണ്ടായിരുന്നു. ആ ഒരു വിഷയം ഇതിനകത്തുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ സ്പഷ്ടമല്ല. എന്നിരുന്നാലും ഈ ഒരു വിഷയവും പ്ലസ് അതിനോടൊപ്പം നമ്മൾ കൂട്ടി വായിക്കേണ്ടത്, നേരത്തെ പറഞ്ഞല്ലോ ക്ലാസ്സിലെ കുട്ടികൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. അവന്റെ 12 പേരുടെ ലിസ്റ്റിൽ 4 പേര് അവന്റെ ക്ലാസ്സിലുള്ള കുട്ടികളാണ്. ഈ കുട്ടികളിൽ പ്രധാനം അൽത്താഫ്, അതുപോലെയുള്ള നമ്മളിപ്പോ അറസ്റ്റ് ചെയ്തിരിക്കുന്ന റഹാൻ, ഇവരെ പോലെയുള്ള അപ്പൊ 5 പേരായി കഴിഞ്ഞു. റഹാനെയും കൂട്ടി 5 പേരായി കഴിഞ്ഞു.
ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇവന്റെ ഈ സ്വീകാര്യത ഫസ്റ്റ് ഇയറിൽ സീനിയേഴ്സിന്റെ ആയ പെൺകുട്ടികളുടെ ഇടയിലോ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ ഇടയിലോ മറ്റുള്ള കോളേജ് തലത്തിലോ ആകെ മൊത്തത്തിൽ എല്ലാവരിലും അവനുള്ള ഒരു സ്വീകാര്യതയിൽ അവർക്ക് അസൂയ ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് ഈ അടുത്ത സമയത്ത് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവന്റെ പ്രവർത്തികളിൽ അവൻ ഓരോ സ്ഥലങ്ങളിലും പെട്ടെന്ന് അവൻ എത്തിപ്പെടുന്നു. അവന് കോളേജിൽ എല്ലാവർക്കും നല്ല കുട്ടിയാണ്. അപ്പൊ ഈ ഒരു തോന്നലൊക്കെ ഈ റഹാൻ, അൽത്താഫ് ഇതുപോലുള്ള കുട്ടികളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് ഈ ഇടയ്ക്ക് ഈ കുറച്ച് ഈ ദിവസം തന്നെ ഇന്നത്തെ ദിവസത്തെ എനിക്കത് മനസ്സിലാക്കാനും അവിടുന്ന് എനിക്കൊരു മെസ്സേജായിട്ട് അറിവ് ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ഫലവും ഇതിനകത്ത് ഉണ്ട്. ആ ഒരു വൈരാഗ്യവും ഇതിനകത്തൂടെ ചേർത്താണ് റാഗിങ്ങിൽ ഈ അവന്റെ ക്ലാസ് നമ്മൾ സ്വാഭാവികമായിട്ട് ഉദ്ദേശിക്കും റാഗിങ്ങിന് എന്താണ് സഹപാഠിക്ക് അല്ലെങ്കിൽ ക്ലാസ്മേറ്റിന് പ്രാധാന്യമെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ആ സ്ഥലത്ത് എടുത്തു പറയേണ്ട ഒരു ഘടകം ഇതാണ്. മറ്റത് പക്ക റാഗിംഗ് ആണ്, സീനിയേഴ്സിന്റെ റാഗിംഗ് ആണ്. ഇതിനകത്ത് കയറാനുള്ള കാരണം യവനോടുള്ള വൈരാഗ്യമാണ്, യവനോടുള്ള അസൂയയാണ്. ഈ കുട്ടികൾ അവന്റെ ക്ലാസ്മേറ്റുകൾ അതിനകത്ത് ഇൻവോൾവ് ആകാനുള്ള പ്രധാന കാരണം. അതുപോലെ തന്നെ ഇക്കാര്യം 150ഓളം കുട്ടികളുടെ മുന്നിൽ വെച്ച് അതിക്രൂരമായിട്ട് വിചാരണ നടത്തുകയും എന്താണ് സിദ്ധാർത്ഥ് ചെയ്ത കുറ്റം എന്ന് വായിച്ചു കേൾപ്പിക്കുകയും അതനുസരിച്ച് തല്ലുകയും ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്തിട്ടും ആരും തടഞ്ഞില്ലല്ലോ, ആരും അതിനകത്ത് ഒരു അക്ഷരം വേണ്ടിയില്ല. അത് മാത്രമല്ല വെളിയിൽ പറഞ്ഞില്ല. ഇതൊക്കെ കാരണം അവിടെ വെളിയിൽ പറഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ പഠിക്കുവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ഇതേ ശിക്ഷ തന്നെ അവർക്കും കിട്ടും. അതിനാലാണെന്നാണോ ഇത് അതിനുശേഷം രഹസ്യമായെങ്കിലും ഇക്കാര്യം പറയുന്നവർ നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്? അത് SFIയുടെ സ്വാധീനത്താൽ തന്നെയല്ലേ? തീർച്ചയായും സാർ, തീർച്ചയായും. അവർ പറയുന്നത് 150ഓളം ഉണ്ടോ 130ഓളം കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ചാണ് ഇവരെ പരസ്യ വിചാരണ ചെയ്യുന്നത്. എന്നിട്ട് അവർ പറയുന്ന ഈ സിൻജോ ജോൺ പറയുന്ന ഒരു സെന്റൻസ് ഡയലോഗ് തന്നെ ഉണ്ടെന്നാണ്. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള പാഠമാണ്. ഈ വിഷയമോ പുറത്തു പറയുകയോ ഇനി നിങ്ങൾ ഇവിടെ എന്തെങ്കിലും തെറ്റുകൾ കാണിച്ചാലോ ഇതായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള ശിക്ഷ. ഈ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് അതിനോടൊപ്പം പറയുന്നുണ്ട്. അതോടൊപ്പം ഈ കുട്ടികൾ ആ ശിക്ഷ SFIയുടെ പ്രവർത്തനത്തിൽ നിന്ന് ഈ ശിക്ഷ കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും ഒരു കുട്ടിയെ മൃഗീയമായി തല്ലുമ്പോൾ അവർക്ക് അവരുടെ പേരൻസിനെങ്കിലും രഹസ്യമായിട്ട് അറിയിക്കാമായിരുന്നു, അവരത് മറച്ചു വയ്ക്കുമായിരുന്നു. ഇത് ചെയ്യാത്ത പക്ഷം ഈ 130ഓളം കുട്ടികളും ഇതിൽ യഥാർത്ഥത്തിൽ ഇത് കണ്ടു നിന്ന സ്ഥാനത്ത് അവർ തെറ്റുകാരാണ്. അതോടൊപ്പം പക്ഷേ സാറ് പറഞ്ഞതുപോലെ ആ യൂണിയന്റെ സ്വാധീനം അല്ലെങ്കിൽ അവരിലുള്ള പേടി തന്നെയാണ് ഒരു കുട്ടികളും ഇപ്പോഴും നമുക്കത് മനസ്സിലാവുന്നത്. മൊഴി കൊടുക്കാൻ സാറ് ശ്രദ്ധിക്കണം. എത്ര കുട്ടികളായിരിക്കും ഇത്രയോളം കുട്ടികൾ പഠിക്കുന്നതും? ഞാൻ നേരത്തെ സാറ് തന്നെ പറയും 150ഓളം കുട്ടികളുടെ ഫ്രണ്ടിൽ വെച്ചാണ് നടന്നത്. ഇതിൽ എത്ര കുട്ടികൾ മൊഴി കൊടുത്തിട്ടുണ്ടെന്ന് സാറ് തന്നെ പരിശോധിക്കണം. അപ്പൊ നമുക്കത് മനസ്സിലാവുമല്ലോ ഈ യൂണിറ്റിനോടുള്ള പേടി കൊണ്ട് മാത്രമാണ് ഇവരാരും ഇത് പുറത്ത് പറയാൻ മടിക്കുന്നത്. കുട്ടികളല്ല, അധ്യാപകർ പോലും പേടിക്കുന്നു. വളരെ രഹസ്യമായിട്ടാണ് ഒരു അധ്യാപകനും മറ്റുള്ളവരൊക്കെ നമുക്ക് ഈ രഹസ്യങ്ങൾ തരുന്നത്. അവർക്കും പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ ജീവനും ഭീഷണിയുണ്ട്. അപ്പോൾ മൊത്തത്തില് അവിടെ ആർക്കും വേറൊരു രീതിയിലും ചലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അത് നമുക്ക് ഇതിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഡീന് നേരത്തെ പറഞ്ഞതുപോലെ ഡീനിനും ഇതേപോലെ അവരുടെ ഒത്താശ ചെയ്തു കൊടുക്കുന്ന ആളാണ്. അപ്പൊ ഇത്തരത്തിലാണ് അവരുടെ സ്വാധീനം അവിടെ വളരെ ശക്തമാണ്. നേരത്തെ പറഞ്ഞൊരു സാറേ, ഞാൻ അതിലോട്ട് വരാം. സിദ്ധാർത്ഥൻ തിരിച്ചു വന്നു എന്നുള്ളത് സ്പഷ്ടമാണ് സാർ. അവൻ അവിടുന്ന് തിരിച്ചു എറണാകുളം വരെ വന്നു തിരിച്ച് അവൻ 4 മണിക്ക് വിളിക്കുമ്പോഴാണ് ഞാൻ കോഴിക്കോട് തിരിച്ച് കോളേജിൽ എത്തിയിട്ടുണ്ട്. റഹാനാണ് വിളിച്ചതെന്ന് അവന്റെ അമ്മയോട് കൃത്യമായി പറയുന്നുണ്ട്. അപ്പൊ റഹാൻ തിരിച്ചു വിളിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതും കൂടെ സാറ് 4 കൂട്ടി വായിച്ചു നോക്കണം. റഹാനാണ് അവിടെ ഈ ഗൂഢാലോചന, യവനിലുള്ള അസൂയ പൂണ്ട് ആ ഒരു കൂടെ പഠിക്കുന്ന കുട്ടികളുടെ സ്വാധീനം എന്ന് പറയുമ്പോൾ അവനിൽ ഈ സ്വാധീനം വരാനുള്ള പ്രധാന കാരണം ഇതാണ് അവരുടെ. ശരി ഷിബു, താങ്കൾ കുറച്ച് സമയം കൂടി തുടരുക. പ്രൊഫസർ ബി ജയരാജ്, എന്താണ് സംഭവിക്കുന്നത്? ഇത് ഈ SFIയുടെ ഈ കാടത്തം എത്ര നാൾ സഹിക്കണം? മാതാപിതാക്കൾ നെടുമങ്ങാടുണ്ട്, അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് സ്വന്തം മകനെയാണ് നഷ്ടപ്പെട്ടത് എന്ന് ഇതറിഞ്ഞിട്ടും SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്, മേനി നടിക്കുകയാണ്, ഞങ്ങൾ 4 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. ആർക്ക് വേണം SFIയുടെ സസ്പെൻഷൻ? ഇതിന് മറുപടി പറയണം.
ആർഷോയും കൂട്ടുകാരും ചെല്ലണം നെടുമങ്ങാട്ടെ വീട്ടിൽ. ധൈര്യമുണ്ടോ അവർക്ക് അവിടെ പോയി മാപ്പപേക്ഷിക്കാൻ? തീർച്ചയായിട്ടും അതിക്രൂരമായ ഒരു സംഭവം, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. അതിന് നമ്മൾ ആൾക്കൂട്ട വിചാരണ എന്നോ റാഗിംഗ് എന്നോ ബുള്ളിങ് എന്നോ എന്ത് പേരിട്ട് വിളിച്ചാൽ തന്നെയും ഒരു ജീവൻ പൊലിഞ്ഞു എന്നുള്ളതാണ്. ഇതിനകത്ത് റയാന്റെ ബന്ധു സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാണ്. സിദ്ധാർത്ഥിന്റെ ബന്ധു സംസാരിച്ചാണ് ഞാൻ സസൂക്ഷ്മം കേട്ടോണ്ടിരുന്നതായിരുന്നു. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. സത്യത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കുറെ വിവരങ്ങളാണ് അദ്ദേഹം മറ്റു പലരിൽ നിന്നും അറിഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ വെളിവാക്കിയത്. ഇതിനകത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും, ഞാനിതിപ്പം ഒരു പർട്ടിക്കുലർ രാഷ്ട്രീയ സംഘടന SFI എന്ന് പറയുന്നു, ABVP ആണെങ്കിലും SFI ആണെങ്കിലും KSU ആണെങ്കിലും മോണോപ്പൊളി ചെയ്യുന്നത് വലിയ അപകടങ്ങളിലേക്ക് പോകുന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണിത്. ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ട് ഒരു ക്യാമ്പസിൽ ഉണ്ടാവുക, ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ട് ഒരു രാജ്യത്തുണ്ടാവുക, ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ട് സംസ്ഥാനത്തുണ്ടാവുക, അതെല്ലാം സ്വേച്ഛാധിപത്യത്തിലേക്കും ഇതുവരെയുള്ള അതിക്രൂരതകളിലേക്ക് നയിക്കുമെന്നുള്ളതിന്റെ ഒരു വിരൽ ചൂണ്ടിയാണ് ഈ ചെറുതെന്ന് പറയാൻ പറ്റില്ല, അതിഭീകരമായ ഈ അനുഭവം. പിന്നെ ഈ വിചാരണയും മർദ്ദനവും പലപ്പോഴും നമ്മൾ ഇത്തരം കുട്ടികളെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ 15 പേര് ചെയ്തു, 150ഓളം കുട്ടികൾ കണ്ടോണ്ടിരുന്നു. ഈ 150ഓളം കുട്ടികളിൽ ഒരാൾ പോലും എന്തുകൊണ്ടാണ് മൊഴി കൊടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡർ എഫക്റ്റ് എന്നാണ് അതിന് സമൂഹ മനഃശാസ്ത്രത്തിൽ പറയുന്നത്. കാരണം വേറെ അടുത്ത് നിൽക്കുന്ന ആൾ ഫോൺ വിളിച്ച് പറയും, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആൾ മൊഴി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഈ കൂട്ടുത്തരവാദിത്വത്തിൽ നിന്ന് ഒരു ഒഴിവാകുകയും ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു സാധനം അവർക്ക് ഇല്ലാതാവുകയും ചെയ്യുമ്പോഴാണ് ഇത്തരം വിവരങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നത്. അത് മാത്രമൊന്നുമല്ല സാർ, എപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. താങ്കളൊരു പ്രൊഫസറാണ്, സൈക്കോളജി പ്രൊഫസറാണ്, അത് ഞാൻ മാനിക്കുന്നു. പക്ഷേ ഇത് SFIയെ പേടിച്ചിട്ടാണ് സാർ. SFI ആരാണെന്ന് അറിയാമല്ലോ. ആ കാടത്ത് മകളെ കാണിക്കും. അവർക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, അവർക്ക് കാമ്പസ് വിട്ട് വെളിയിൽ പോകാൻ പറ്റില്ല, അവർക്ക് വീട്ടിൽ പോയി അവരുടെ അച്ഛനെയും അമ്മയും കാണാൻ പറ്റില്ല. ആ ഭീഷണി അവിടെ നിലനിൽക്കുകയാണ്. ഇതിനകത്ത് ആരും ഒളിച്ചോടുന്നില്ല. ഞാൻ SFIയെ ന്യായീകരിക്കാൻ വന്നിരിക്കുന്ന ആളല്ല. ഇത്തരത്തിലുള്ള നിഷ്ഠൂരമായ ഒരു കൊലപാതകം SFI എന്നല്ല ഏത് സംഘടന കാണിച്ചാലും അതിനെ ന്യായീകരിക്കുന്നത് ഒട്ടും ശരിയല്ല. അങ്ങനെ ഒരു ന്യായീകരണ തൊഴിലാളിയായിട്ട് താങ്കൾ എന്നെ മുദ്ര കുത്തരുതേ. ആദ്യമേ ഞാനാണ് പറയുന്നത്. ഇതിനെ വളരെ സത്യസന്ധമായിട്ട് ഇതിനെ വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിനകത്ത് SFIക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ SFIക്കാർ മാത്രമാണെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നിയമ നടപടി ഉണ്ടാവണം. അവർക്ക് കിട്ടാവുന്ന പരമാവധി ശിക്ഷ കൊടുക്കണം. ഇത് ഒരു കൈചൂണ്ടിയാണ്. ഇനിയൊരു അനുഭവം ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല. ഇനി ഒരു പൂമട്ട് പോലും വാടാൻ പാടില്ല. കാരണം ഇവരോട് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ ഒരു കുട്ടി പറയുന്നത് അവന്റെ പേര് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ, അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അവന്റെ അച്ഛന്റെ പേര് മാത്രമേ ചോദിച്ചുള്ളൂ, അതാണോ ഞാൻ ചെയ്ത തെറ്റ്? അടുത്ത ആൾ പറയാം ഞാൻ അവനെ ബെൽറ്റ് കൊണ്ട് ഒരു തവണ അടിച്ചതേ ഉള്ളൂ, അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഈ 15 പേരും ചെലുത്തുന്ന സ്വാധീനം, ഈ 15 പേരും ഈ ഒരു കുട്ടിയുടെ പുറത്താണ്. ഈ 15 പേരുടെ ക്യുമുലേറ്റീവ് എഫക്ട് എന്ന് പറയുന്നത് സാധാരണക്കാരനായിട്ടുള്ള ഒരു പയ്യനോ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനോ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം റാഗിംഗ് കേസുകളിൽ ഇൻഡിവിജ്വലായിട്ട് വിളിച്ച് ചോദിക്കുമ്പോൾ അവർ ഓരോരുത്തരും ചെറിയ കുറ്റമാണ് ചെയ്യുന്നത്. പക്ഷേ ക്യുമുലേറ്റീവ് എഫക്ട് എന്ന് പറയുന്നത് അതിഭീകരമാണ്. അത് കുട്ടികൾ മനസ്സിലാക്കത്തിടത്തോളം കാലം, അത് കുട്ടികളെ കുറിച്ച് ബോധവാന്മാരെത്തിടത്തോളം കാലം ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ഇനിയും തുടരുക തന്നെ ചെയ്യും. ഇതിനെ റാഗിംഗ് ആയിട്ട് കാണാൻ പറ്റില്ല സാർ. ഇത് റാഗിംഗ് അല്ല, ഇത് റാഗിംഗ് അല്ല. ഈ സിദ്ധാർത്ഥ് എന്ന വിദ്യാർത്ഥി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് പോലുമല്ല, സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റു പല കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് അല്ല, സെക്കൻഡ് ഇയർ സ്റ്റുഡന്റ് ആണ്. SFI എന്നുള്ള പ്രസ്ഥാനത്തോട് താമസിച്ചിട്ടില്ല, പുറത്തായിരുന്നു. ആയിക്കോട്ടെ, എന്നാലും അവിടെ ഒരു വർഷത്തെ പരിചയമുള്ള ഒരു സ്റ്റുഡന്റ് അല്ലേ? ഹോസ്റ്റലിലുണ്ടാകുന്ന അനുഭവങ്ങളാണ്. അല്ലല്ല, ഈ കുട്ടിക്ക് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഈ കുട്ടിക്ക് SFIയോട് വലിയ താല്പര്യം തോന്നിയില്ല. അന്ന് കുട്ടികൾ ഓടുന്ന സൂപ്പർ ഫാസ്റ്റിന്റെ അവിടെ അന്ന് വിദ്യാർത്ഥി ഐക്യമാണ്. അന്ന് അവിടെ വിദ്യാർത്ഥി ഐക്യമാണ് ഒരു യൂണിയനേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ വിദ്യാർത്ഥി ഐക്യം എന്ന് പേരിട്ട് വിളിക്കുകയും അവിടെയുള്ള കുറെ വർഷങ്ങളായിട്ട് അവിടെ റിസർച്ച് ചെയ്യുകയും മറ്റും ചെയ്യുന്നവരൊക്കെ അവിടെ ഇതിന്റെ നേതാക്കന്മാരെ ചമഞ്ഞ് നടക്കുകയും ചെയ്യുന്നത്. അവിടെ ഇൻഡിവിജ്വൽ രാഷ്ട്രീയ പാർട്ടിയൊന്നുമില്ല. അവിടെ അതിമൃഗീയമായ റാഗിംഗ് ആയിരുന്നു ഞാൻ പഠിക്കുന്ന വർഷങ്ങളിൽ. നിങ്ങൾക്ക് ഇപ്പൊ ആ വർഷങ്ങളിൽ അവിടെ പഠിച്ച 98 കാലങ്ങളിൽ അവിടെ പഠിച്ച കുട്ടികളോട് അന്വേഷിച്ചാൽ മനസ്സിലാവും. എന്റെ കൂടെ പഠിച്ചിരുന്നൊരു പയ്യൻ റോഡിലേക്ക് സൂപ്പർ ഫാസ്റ്റിന് മുമ്പിലേക്ക് ഓടിപ്പോയി കഷ്ടിച്ചാണ് അവൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അന്നൊരു രക്തസാക്ഷി ഉണ്ടാവുമായിരുന്നു. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള റാഗിംഗ് അനുഭവങ്ങൾക്കും ഞാൻ പലപ്പോഴും
ഞാൻ വിധേയനായിട്ടില്ലെങ്കിലും ഞാനിത് ശരി 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 കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ നേരിട്ട് കണ്ട് റാഗിംഗ് അനുഭവിച്ച തടയുക ആളാണ് ഞാൻ. എന്നുള്ളത് എസ് എഫ് ഐയുടെ ഒരു അതുകൊണ്ടാണ് കർത്തവ്യം ഞാൻ കൂടിയാണ്. ഇതിനെ അല്ലല്ല, എസ് എഫ് ഐയുടെ പ്രഖ്യാപിത അല്ലല്ല അല്ല പ്രഖ്യാപിതമായ എസ് എഫ് ഐയുടെ നിലപാടുകളിൽ ഒന്നാണ് റാഗിംഗ് തടയുക എന്നുള്ളത്. നായാട്ടാണ്. ശരി, നരനായാട്ടാണ് ഇവിടെ നടന്നത്. എസ് എഫ് ഐയുടെ പ്രഖ്യാപിതമായ നയങ്ങളിൽ ഒന്നാണ് റാഗിംഗ് അനുവദിക്കില്ല എന്നുള്ളത്. ആ എസ് എഫ് ഐ തന്നെയാണ് റാഗിംഗ് എന്നുള്ള പേരിൽ ഈ പേക്കൂത്ത് മുഴുവൻ അവിടെ നടത്തിയത്. ഇത് റാഗിംഗ് ഒന്നുമല്ല, ഇത് ഒരു മനുഷ്യനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി എസ് എഫ് ഐയിൽ പ്രവർത്തിക്കാതിരുന്നതിന്റെ പ്രതികാരം തീർക്കുകയായിരുന്നു. ശ്രീ ജിൻഡോ പറഞ്ഞോളൂ, എനിക്കൊന്നും ചോദിക്കുവാനില്ല. എനിക്ക് അത്ഭുതം എന്ന് പറയുന്നത് എസ് എഫ് ഐക്കാർ ഇത്തരം ചർച്ചകളിൽ നിന്ന് എന്തിന് ഒളിച്ചോടുന്നു എന്നുള്ളതാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ലോകായുക്ത ബില്ലിൽ, ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതാണ് ഇന്നത്തെ വിഷയം. അതുകൊണ്ട് ചാനലുകൾ ആ വിഷയമേ ചർച്ച ചെയ്യാവൂ, എന്നാലേ ഞങ്ങൾ പ്രതിനിധിയെ അയക്കൂ എന്നുള്ള AKG സെന്ററിൽ നിന്നുള്ള ആ ഒരു മറുപടി ഉണ്ടല്ലോ, എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അത് ജിൻഡോ. മഞ്ജുഷേ, അതിൽ നമ്മൾ ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. ഈ സിദ്ധാർത്ഥനെ കൊന്നതുമായി ബന്ധപ്പെട്ട കേസിലെ ക്യാപ്സ്യൂൾ പാർട്ടി ഓഫീസിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ആ ക്യാപ്സ്യൂൾ കൃത്യമായിട്ട് SFIയുടെയും CPMന്റെയും നേതാക്കന്മാരും ചാനൽ ചർച്ച, ന്യായീകരണ തൊഴിലാളികളും ഒക്കെ അത് വിഴുങ്ങി അത് ദഹിച്ച് അത് എഫക്റ്റ് ആകുന്ന സമയത്ത് മാത്രമേ അവർ ചാനലുകളിൽ ഈ വിഷയം അഡ്രസ് ചെയ്യാൻ വരികയുള്ളൂ. ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനായ LDFന്റെ സഹയാത്രികൻ ജയരാജ് പറഞ്ഞു, KSU ആയിക്കോട്ടെ, ABVP ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിനെ ജനറലൈസ് ചെയ്യുന്നു. അങ്ങനെയൊന്നും വേണ്ട. കേരളത്തിലെ ക്യാമ്പസുകളിൽ ഏകാധിപത്യം നടപ്പാക്കുന്ന ഒറ്റ സംഘടനയുള്ളൂ, അത് SFI ആണ്. മറ്റ് വിദ്യാർത്ഥി സംഘടനകളൊന്നും ഏകാധിപത്യ പ്രവണത നടപ്പാക്കുന്നില്ല. ഈ SFIക്കാർക്ക് പിള്ളേരെ വളഞ്ഞു നിന്ന് ആൾക്കൂട്ട അക്രമത്തിന് സമാനമായി, പേ പിടിച്ച തെരുവ് നായ്ക്കളുടെ കൂട്ടത്തിന് സമാനമായി ആക്രമിക്കാൻ കാണിക്കുന്ന ആവേശത്തിന്റെ 4/1 മതി ഈ ചർച്ചയിൽ പങ്കെടുത്ത് നമ്മുടെ ചോദ്യങ്ങളെ അഡ്രസ് ചെയ്യാൻ, ഇതിന് മറുപടി പറയാൻ. അതിന് ധൈര്യമില്ല SFIയുടെ ആർഷോ തൊട്ട് താഴത്തെ യൂണിറ്റ് കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് പോലും. അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് വരാത്തത്. ഇനി ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. SFIയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ, 4 പേരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്യുന്നു. ആർക്ക് വേണം ഇവരുടെ സസ്പെൻഷൻ? ഇവര് ഈ 4 പേരെ സസ്പെൻഡ് ചെയ്ത് എത്ര ദിവസത്തിന് ശേഷമാണ്? അദ്ദേഹം അതിനോടൊപ്പം പറയുന്നത് എന്താ അറിയോ? പോലീസ് അന്യായമായിട്ട് ഈ കേസിൽ പ്രതിയാക്കപ്പെടാത്ത, അതായത് ഉൾപ്പെടാത്ത വിദ്യാർത്ഥികളുടെ മൊബൈൽ പിടിച്ചെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്ന്, ബന്ധമില്ലാത്ത ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു. എങ്കിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയണം ഈ കേസുമായിട്ട് ബന്ധമുള്ള ആളുകൾ ആരൊക്കെയാണ്. അദ്ദേഹത്തിന് അറിയാമല്ലോ. ബന്ധമില്ലാത്ത ആളുകളെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ ബന്ധമുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അറിയാം. അത് ആരൊക്കെയാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, പോലീസിന്റെ മുമ്പിൽ പറയണം. രണ്ടാമത്തെ അദ്ദേഹം പറയുന്ന സംഘടന ഈ കൊലപാതകവുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന. സംഘടന എന്താ, വല്ല അന്യഗ്രഹ ജീവിയാണോ? CPMന്റെ അല്ലെങ്കിൽ SFIയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് മാത്രമാണോ SFI എന്ന് പറഞ്ഞ സംഘടന? ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി മുതൽ താഴെ തട്ടിലുള്ള ഒരു സാധാരണ പ്രവർത്തകന്മാരെ ഉൾപ്പെടുന്നതാണ് SFI എന്നൊരു സംഘടന. ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളും അങ്ങനെ തന്നെയാ. അപ്പൊ ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ ചേർന്ന് ഒരു കൊലപാതകം നടത്തുമ്പോൾ, കൊലപാതകം എന്ന് തന്നെ ഞാൻ പറയും, കൊലപാതകം നടത്തുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം സംഘടനയ്ക്കുണ്ട്. ഇനി 4 പേരെ ഒരു സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നു. ഈ കുറ്റത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും SFIക്കാരാ. SFIയുടെ കോളേജ് യൂണിയൻ പ്രസിഡന്റ് തുടങ്ങി യൂണിറ്റ് സെക്രട്ടറി. അല്ല, അതിന് ഞാൻ ആർഷോയുടെ അക്കാര്യം ചോദിച്ചിരുന്നു. അല്ല, ആർഷോയോട് ഞാൻ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അല്ല, ആർഷോ ലൈവിൽ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ടെലിഫോണിൽ എന്താണ് നിലപാടെന്ന് ചോദിച്ചിരുന്നു. ആർഷോ പറയുന്നത് നിങ്ങളെല്ലാവരും ഈ SFIക്കാരാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നു. അത് ശരിയല്ല എന്നാണ് ആർഷോ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, അത് എന്താണ് കാരണം? അവിടെ SFIക്കാർ മാത്രമല്ലേ ഉള്ളൂ, SFI അനുഭാവികളല്ലേ അവിടെ ഉള്ളവർ, മറ്റൊരു സംഘടനയിലും പ്രവർത്തിക്കുന്നവർ ഇല്ലല്ലോ എന്ന്. അപ്പോൾ ആർഷോ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഈ 4 പേർ മാത്രമേ അവിടെ SFIയുടെ ഭാരവാഹികളായിട്ട് ഉള്ളവരുള്ളൂ, ഈ കൃത്യത്തിൽ ഏർപ്പെട്ടവർ. അതുകൊണ്ട് ആ 4 പേരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്ന്. അപ്പോൾ മറ്റുള്ളവരാരാണ്? അത് SFIയുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരാണെന്ന്. SFIക്ക് ജയ് വിളിച്ച് നടക്കുന്നവർ SFIയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നാണോ ഈ SFI സംസ്ഥാന സെക്രട്ടറി ആർഷോ പൊതുസമൂഹത്തോട് പറയുന്നത്? എന്ത് വിരോധാഭാസമാണ് ഇദ്ദേഹം പറയുന്നത്? പിന്നെ പറയുകയാണ് ഞങ്ങൾക്ക് SFI സംഘടനയ്ക്ക് ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞങ്ങളുടെ കുറച്ച് ഭാരവാഹികൾ അതിലുണ്ട്, അവരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്ന്. അപ്പോൾ ഈ യൂണിയനുകളിൽ വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ അത് SFIയുടെ നേട്ടമായിട്ട്, SFI സംസ്ഥാന നേതൃത്വത്തിന്റെ നേട്ടമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ടല്ലോ ഇവർ. അപ്പോൾ ഒരു കോട്ടം വരുമ്പോൾ അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല. അത് തന്നെയാണ് മഞ്ജുഷേ. ഇതിൽ ഞാൻ ചോദിക്കുന്നത്, SFIയുടെ ഈ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന രീതിയിൽ 3 ദിവസം ഒരു സാധാരണപ്പെട്ട ഒരു വിദ്യാർത്ഥിക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാതെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ 3 ദിവസത്തെ എംപ്റ്റി സ്റ്റൊമക്ക് എന്നൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നു. ഇതുപോലെ ക്രൂരമായിട്ടുള്ള നരവേട്ട നടത്തുന്ന ആളുകൾക്ക് എങ്ങനെയാ ധൈര്യം വരുന്നത്? കേരളത്തിൽ SFIയുടെ വെള്ളക്കൊടി പിടിക്കുന്ന ആളുകൾക്ക് ഈ ധൈര്യം കിട്ടുന്നത് എങ്ങനെയാ? ആർഷോ തന്നെ അത് പറയണം. കൂടെ പഠിച്ച വിദ്യാർത്ഥിയെ, സഹപാഠിയായിരുന്ന ആളെ
കൊല്ലാൻ നോക്കിയ കേസിലെ പ്രതിയാ സംസ്ഥാന സെക്രട്ടറി ആർഷോയ്ക്ക് ഇങ്ങനെ ന്യായീകരിക്കാൻ പറ്റുള്ളൂ. ഇവരുടെ തന്നെ മുന്നണിയിൽപ്പെട്ട AISF എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിട്ടുള്ള നിമിഷ രാജുവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കും വേണ്ടി പലച്ചി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് ജാതി അധിക്ഷേപവും സ്ത്രീ അധിക്ഷേപവും നടത്തി ദേഹോപദ്രവം ചെയ്ത SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെ പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ഈ പൂക്കോട് ക്യാമ്പസിലെ ഈ നരാധമന്മാർ പകരുന്നത്. അപ്പൊ എന്തെങ്കിലും കേസിൽ പിടിക്കപ്പെടുന്ന ഘട്ടം വരുമ്പോൾ തള്ളിപ്പറഞ്ഞ് തടിയൂരാൻ നോക്കുന്നത് ശരിയായ നിലപാടല്ല. ഇനി വേറൊരു കാര്യം കൂടി, ഇപ്പൊ ഈ സിദ്ധാർത്ഥന്റെ അമ്മാവൻ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സിദ്ധാർത്ഥിനെതിരെ ഒരു പരാതി കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നത്, എന്റെ പൂർണ്ണമായ ബോധ്യം, ഞാനൊരു KSUവിന്റെ നേതാവും മറ്റേ ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു പ്രവർത്തിച്ച ഒരാളാ, സംഘടന പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാ. എന്റെ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തന കാലഘട്ടത്തിലും ഇപ്പോഴും ഞങ്ങൾ നിരന്തരം ഇടപെടുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഈ സിദ്ധാർത്ഥൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും SFIയുടെ പ്രവർത്തകയെ കൊണ്ട് കേസ് കൊടുത്ത് പെണ്ണ് കേസിൽ പ്രതിയാക്കിയാണ് ഇവന്മാര്. ഉറപ്പായിട്ടും ചെയ്യും. മഹാരാജാസ് കോളേജോടൊപ്പം അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ സർക്കാർ കലാലയങ്ങളിൽ നടക്കുന്നത് ഇത്തരം പരിപാടികളാ. ഇവർക്കെതിരെ ആരെങ്കിലും ശബ്ദമുയർത്തിയാൽ അവർക്കെതിരെ ഏതെങ്കിലും പെൺകുട്ടികളെ കൊണ്ട് കേസ് കൊടുത്ത് പെണ്ണ് കേസ് എന്നുള്ള വ്യാജേന ഈ പരാതിപ്പെടുന്ന ആളുകളെ, പ്രതിഷേധിക്കുന്ന ആളുകളെ തല്ലി തകർത്ത് കൊല്ലാൻ നോക്കുന്ന ആളുകളാ SFIക്കാര്. ഇനിയും ഇതിനോടനുബന്ധിച്ച ഒരു കാര്യം പറയാനുള്ളത്, ഇവരെന്തിനാ സിദ്ധാർത്ഥനെ കൊന്നത്? ഈ ബന്ധു തന്നെ പറയുന്ന പോലെ, അമ്മാവൻ തന്നെ പറയുന്ന പോലെ ഒരു കാര്യമുണ്ട്. സിദ്ധാർത്ഥൻ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു. അദ്ദേഹം പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നു, ഫോട്ടോഗ്രാഫറാണ്, കലാകാരനാണ്, ചിത്രകാരനാണ്. മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു സിദ്ധാർത്ഥൻ ഒരിക്കലും ഈ മൃഗതുല്യമായിട്ടുള്ള SFIയോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അദ്ദേഹം SFIയിൽ ചേർന്നില്ല. SFIയിൽ ചേരാഞ്ഞിട്ട് പോലും ക്ലാസ് റെപ്രസെന്റേറ്റീവ് ആയിട്ട് ജയിക്കാൻ കഴിയുന്ന സിദ്ധാർത്ഥനോട് സ്വാഭാവികമായിട്ട് ഇവർക്ക് അസൂയ ഉണ്ടാകും. ഈ സിദ്ധാർത്ഥൻ ഒരു പെൺകുട്ടിയോടൊപ്പം ഡാൻസ് കളിക്കുന്നതിൽ ഇവർക്ക് എന്താ പരാതി? ഇവർ വലിയ മാനവികതയെ കുറിച്ച് പറയുന്നവരല്ലേ? ഇവർ രോഹിത് വെമുലയെ കുറിച്ച് പ്രസംഗിക്കുന്നവരല്ലേ? കവിത ചൊല്ലുന്നവരല്ലേ? മാനവികതയെ കുറിച്ചിട്ട് മനുഷ്യനാകണമെന്നൊക്കെ പ്രസംഗിക്കുന്നവരല്ലേ? ഇവർ ഗാസ മുനമ്പിലെ മറ്റേ യുദ്ധത്തെ കുറിച്ച് ഇവർ പ്രമേയം പാസാക്കും, സമരം ചെയ്യും, അല്ലെങ്കിൽ പ്രസംഗം നടത്തും. ഇവരല്ലെങ്കിൽ മണിപ്പൂരിലെ ആൾക്കൂട്ട കൊലപാതകത്തെ കുറിച്ച് ഇവർ പ്രതിഷേധിക്കും, പ്രതിരോധ സംഗമം നടത്തും, അല്ലെങ്കിൽ മനുഷ്യ ചങ്ങല നടത്തും. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI നടത്തുന്നത് എന്താ? ഏകാധിപത്യമാണ്. SFIയുടെ ഫാസിസ്റ്റുകൾ കുരുക്കി കൊടുത്ത കയറിന്മേലാണ് സിദ്ധാർത്ഥന്റെ ജീവൻ തൂങ്ങിയാടിയത്. ഒരു കുടുംബത്തെ കൂടി അനാഥമാക്കാൻ, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ കൂടി ഇല്ലാതാക്കാൻ മാത്രമാണ് SFIക്ക് സാധിച്ചിട്ടുള്ളത്. SFIയെ നിരോധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ എന്തുകൊണ്ടാണ് ഇന്ത്യ മഹാരാജ്യത്ത് നിരോധിച്ചത്? നരവേട്ട നടത്തിയതിന്റെ പേരിലല്ലേ? SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ നടത്തുന്നതും നരവേട്ടയാണ്. SFIയെ നിരോധിക്കണം, നിരോധിച്ചേ അടങ്ങുള്ളൂ. ഇതൊരു വിദ്യാർത്ഥി സംഘടനയല്ല, ഇത് CPMന് വേണ്ടിയിട്ട് കൊലപാതകം നടത്തുന്ന കൊലപാതക ഫാക്ടറിയിലെ താങ്കളുടെ വൈകാരികമായ പ്രതികരണം എനിക്ക് മനസ്സിലാവും. കാരണം ഈ സമയത്ത് ആ രീതിയിലെ പ്രതികരിക്കുവാൻ കഴിയുകയുള്ളൂ. ആ രീതിയിലുള്ള കാടത്തമാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിൽ കണ്ടത്. ശ്രീ CK നജാഫ്, MSF എന്നുള്ള സംഘടന വയനാട് ജില്ലയിൽ നിങ്ങൾ ശക്തരാണല്ലോ, കോഴിക്കോട് വയനാട് ജില്ലകളിലൊക്കെ നിങ്ങൾക്ക് ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാനുള്ള സൗകര്യവുമുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് പൂക്കോട് സർവകലാശാലയിൽ നിങ്ങൾക്കൊരു യൂണിറ്റ് പോലും തുടങ്ങുവാൻ കഴിയാതെ വന്നത്? എന്താണ് അവിടെ നടക്കുന്നത്? അതേക്കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? താങ്കൾ ജനറൽ സെക്രട്ടറി അല്ലേ MSF എന്ന സംഘടനയുടെ? മഞ്ജുഷ്, ഞാൻ ഈ ചർച്ചയുടെ തുടക്കം തൊട്ട് ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങളിലും ഏറ്റവും പ്രസക്തമായൊരു പോയിന്റ് മഞ്ജുഷ് തന്നെയാണ് ഉന്നയിച്ചത്. ആ പോയിന്റിൽ തന്നെയാണ് MSFന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിപ്രായം. ഇതിൽ ആസൂത്രിതമായി ഒരു കൊലപാതകം നടത്തി ആ കൊലപാതകത്തെ ഒരു റാഗിങ്ങായി ചിത്രീകരിച്ച് റാഗിങ്ങിൻ്റെ ഒഫൻസിൽ കേസെടുത്ത് ഇതിൽ പ്രതികളായ ആളുകളെ, നമ്മൾക്ക് മനസ്സിലാക്കിയതുപോലെ റാഗിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം പീനൽ പ്രൊവിഷൻസ് വളരെ വീക്കാണ്, അത് ഉപയോഗപ്പെടുത്തി കൊലപാതകത്തിലേക്ക് നയിച്ച മുഴുവൻ പ്രതികളെയും രക്ഷപ്പെടുത്തുവാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി, അതിൻ്റെ പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ചർച്ചകളൊക്കെ നടക്കുന്നത്. മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 12 പേരെയാണല്ലോ ആന്റി റാഗിംഗ് കമ്മിറ്റി, ആന്റി റാഗിംഗ് കമ്മിറ്റി 12 പേരെ കണ്ടെത്തി അവരെയാണ് കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് അവർക്കെതിരെയുള്ള കുറ്റം. പക്ഷെ ഇവിടെ ഞാൻ നേരത്തെയും പറഞ്ഞ അതുകൊണ്ടാണ് ഇവിടെ റാഗിംഗ് അല്ല നടന്നത്. റാഗിംഗ് എന്ന് പറഞ്ഞാൽ ഈ 1ാം വർഷത്തിൽ വരുന്ന കുട്ടികളെ ഈ രീതിയിൽ പല രീതിയിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു, ഇതാണ്. പക്ഷെ ഇവിടെ നടന്നത് അതൊന്നും അല്ലല്ലോ. SFIയിൽ ചേർന്ന് പ്രവർത്തിക്കാത്തതിന് മനഃപൂർവ്വം ആൾക്കൂട്ട വിചാരണ നടത്തുകയും ഒരു വിഷയം ഉണ്ടാക്കിയെടുക്കുകയും വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്യുകയായിരുന്നു, നഗ്നനായി നടത്തിച്ചു. ഇതൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അത് വെറുമൊരു റാഗിംഗ് ഒന്നുമല്ല അല്ലേ? അത് നജാഫിന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് നിങ്ങളുടെ യൂണിയൻ, നിങ്ങളുടെ സംഘടനയ്ക്ക് പൂക്കോട് സർവകലാശാലയിൽ പ്രവേശനം കിട്ടിയില്ല?
എന്താണ് അത്രമാത്രം ഒരു ഏകാധിപത്യ രീതി അവിടെ തുടർന്നു വന്നിരുന്നത്? എന്തുകൊണ്ടത് സംഭവിച്ചു? പറയാൻ മഞ്ജുഷ്, ആ കോളേജിൽ മാത്രമല്ല, നമ്മൾ നേരിട്ട് ഇതുവരെ ക്യാമ്പസുകളിൽ പ്രവേശിക്കാത്ത ക്യാമ്പസുകളിലേക്ക് സംഘടനാ സംവിധാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ, വ്യത്യസ്തമായ ക്യാമ്പസുകളിലേക്ക് ഇതുവരെ കയറിപ്പിടിക്കാൻ കഴിയാത്ത ക്യാമ്പസുകളിലേക്ക് MSFന്റെ സംഘടനാ പ്രവർത്തനത്തെ കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മേപ്പാടി പോളി കോളേജിൽ ഇതുപോലെ തന്നെ വളരെ ശക്തമായി MSFന്റെ സംഘടനാ സംവിധാനമുള്ള ഒരിടം ഇല്ലാതിരുന്നൊരിടം അവിടത്തേക്ക് സംഘടനാ സംവിധാനം കൊണ്ടുവരാൻ കഴിഞ്ഞ ഇയറിലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ ജിൻഡോ പറഞ്ഞൊരു വാചകത്തെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ഇഫ്തിഖാർ അഹമ്മദ് എന്ന് പറയുന്ന ഒരു അധ്യാപകനെ അറിയാം. കണ്ണൂരിലെ വനിതാ കോളേജിൽ അധ്യാപകനായിരുന്നു. ആ അധ്യാപകൻ ആ ക്യാമ്പസിലെ SFI നേതൃത്വത്തിന്റെ നീക്കങ്ങൾക്ക് അനുകൂലമായി നിൽക്കാത്തതിനാൽ അയാളെ കള്ളപ്പരാതി നൽകി, ഒരു പെൺകുട്ടിയുടെ കള്ളപ്പരാതി നൽകി കേരളം മുഴുവൻ വലിയ ചർച്ചയാക്കി. അവസാനം ആ ക്യാമ്പസിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒടുവിൽ ആ കുട്ടി തന്നെ നിർബന്ധിച്ചെന്നെ ഇതിനുവേണ്ടി സംഘടന നിർബന്ധിച്ചതിന്റെ പ്രകാരം ചെയ്തു പോയതാണ്, മാപ്പാക്കണം എന്ന് പറഞ്ഞു. മേപ്പാടി കോളേജിൽ കൊയിലാണ്ടിയിലെ റസ്മിൽ എന്ന് പറയുന്ന വിദ്യാർത്ഥി അവിടെ പുതിയ യൂണിറ്റ് MSFന്റെ പ്രസിഡന്റായി വന്നു. ഞങ്ങൾ ഏത് രംഗത്ത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ അവിടെ സംഘടനാ സംവിധാനം കൊണ്ടുവരുമെന്ന് പറഞ്ഞ് പോരാടി ഞങ്ങൾ വിജയിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ആ സാഹചര്യത്തിൽ പൊരുതാ നേതൃത്വം കൊടുത്ത റസ്മിലിനെ അവിടെ ഈ പറയുന്ന ലഹരിയുടെ അടിമയാണെന്ന് ഒരു പൊതുസമൂഹത്തെ മുഴുവൻ നോക്കി പറഞ്ഞ് കള്ളം പ്രചരിപ്പിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു, സമൂഹത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തി. ഇത്തരം അക്രമങ്ങൾ ക്യാമ്പസിൽ ഉണ്ടാവും. ഈ അക്രമങ്ങൾക്കെതിരെ പ്രതിരോധിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അത് കഴിയുന്ന ക്യാമ്പസുകളൊക്കെ ഞങ്ങൾ സംഘടനാപരമായി വിജയിക്കാറുണ്ട്. എന്നാൽ കാസർഗോഡ് നെഹ്ർ കോളേജിൽ യൂണിയൻ ചെയർമാനും എഡിറ്ററും ഇതേ അക്രമത്തിന് നേതൃത്വം കൊടുത്ത വീഡിയോകൾ എൻ്റെ കയ്യിലുണ്ട്, മാധ്യമങ്ങൾക്ക് ലഭ്യമായതാണ്. ഈ 2 ആഴ്ച മുമ്പാണല്ലോ സംഭവം ഉണ്ടായത്. ഇത് നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ റിപ്പോർട്ട് അവിടുത്തെ പ്രിൻസിപ്പലിന് കൊടുത്തപ്പോൾ, മീഡിയ കൊടുത്തപ്പോൾ ഒരു നടപടിയും സ്വീകരിക്കാതെ സമരം നടത്തി പുറത്തേക്ക് ഇറങ്ങിപ്പോവാൻ SFIക്കാർക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ, നേരത്തെ ഇവിടെ സംസാരിച്ച പ്രിയപ്പെട്ട നമ്മളുടെ സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു പറഞ്ഞതുപോലെ ഞങ്ങൾ പറയുന്നത് ക്യാമ്പസിൽ SFI നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ മാത്രമല്ല, കേരളത്തിലെ ബഹുഭൂരിപക്ഷം ക്യാമ്പസുകളിലും ഡോമിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ SFI മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു നയപരമായ നിലപാടുണ്ട്. അത് ലോകത്തെ എല്ലാ ഏകാധിപതികളും ഫോളോ ചെയ്ത നിലപാടാണ്. മോഡോസ് ഓപ്പറാൻഡി ഉണ്ടാക്കുക, അതിനെ കൃത്യമായി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ, വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് ഭീതി ഉണ്ടാക്കുക. സംഘടനാ പ്രവർത്തനത്തിൽ ഇറങ്ങുന്നവർ, അല്ലെങ്കിൽ അതിനെ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നവർ, ഈ സംഘടനയ്ക്ക് വിരുദ്ധമായ ആശയം പറയുന്നവർ, ഇവരെ കൃത്യമായി നേരിടാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു ഏകാധിപത്യ വെറ്ററിനറി സർവകലാശാല ക്യാമ്പസിൽ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ധാരണയും ഇല്ലായിരുന്നോ? ഈ സർവകലാശാല ക്യാമ്പസിൽ ഇതാണ് നടക്കുന്നത് എന്ന് ഇപ്പോൾ ഷിബു അദ്ദേഹം അന്വേഷിച്ചത് ഇതിനു ശേഷമാണ്, അദ്ദേഹത്തിന് വിവരം കിട്ടിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന്. അവിടെ ഒരു ഏകാധിപത്യ പ്രവണതയാണ്, ഒരൊറ്റ സംഘടനയെ SFIയെ മാത്രമേ അവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ. ഇത് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്ന ഒരു കാര്യമല്ലേ ശ്രീ നജാഫ്? ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള പരാതികൾ വന്നിരുന്നോ അവിടെ നിന്ന്? ഈ പറയുന്ന ക്യാമ്പസിൽ ഇതിനു മുമ്പ് ഇതുപോലുള്ള പരാതി വരാത്തതിനാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതാണ്. പക്ഷേ ഒരു കാര്യം പറയാം, കേരളത്തിലെ മറ്റു ക്യാമ്പസുകൾ ഇതുണ്ടായിട്ടുണ്ട്. നിങ്ങൾ നോക്കാം, തിരുവനന്തപുരത്ത് നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണല്ലോ തിരുവനന്തപുരത്തെ അക്രമത്തെക്കുറിച്ച് നമ്മൾ കണ്ടത്. അവിടെ പാട്ടുപാടി അവതരിപ്പിച്ച ഒരു വിദ്യാർത്ഥിയെ ഈ കത്തി ഉപയോഗിച്ച് കുത്തി, ശിവരഞ്ജിത്തിന്റെ ഒരു ഇടപെടൽ നമ്മൾ SFIക്കാരന്റെ രാഷ്ട്രീയ ഇടപെടലായി കണ്ടതാണല്ലോ. മടപ്പള്ളി കോളേജിൽ നമ്മൾ ഇത് കണ്ടതാണ്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഇഫ്തിഖാർ അഹമ്മദിന്റെ വിഷയം നെഹ്റു കോളേജിൽ നമ്മൾ കണ്ടതാണ്. ഇതുപോലെ മറ്റനേകം ക്യാമ്പസുകളുണ്ട്. ക്യാമ്പസിൽ ഇത്തരം വിഷയങ്ങൾ പുറം ലോകത്തേക്ക് എത്തുന്നത് തന്നെ വളരെ ചുരുക്കമാണ്. എത്തിക്കഴിഞ്ഞാലേ മാധ്യമങ്ങൾ പോലും ആ ഭാഗത്തേക്ക് വരാറുള്ളൂ. ഞാൻ MSFന്റെ ആധികാരികമായി പറയട്ടെ, ഈ ക്യാമറ കണ്ണുകൾ ക്യാമ്പസുകളിലേക്ക് ഒരു യാത്ര നടത്തട്ടെ. കേരളത്തിലെ ക്യാമ്പസുകളിൽ SFI അവർ നേതൃത്വം കൊടുക്കുന്ന ക്യാമ്പസുകൾ എങ്ങനെയാണ് ഡോമിനേഷൻ പവർ നിലനിർത്തുന്നത് എന്നതിന്റെ കൃത്യമായ പിക്ചർ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. വിദ്യാർത്ഥികളാണ്, അവർ ക്യാമ്പസിൽ പഠിക്കുമ്പോൾ തന്നെ ആശയപരമായി പോരാട്ടം നയിക്കാൻ ഇറങ്ങി പുറപ്പെടുന്നവരാണ്. അവർക്ക് ആ ക്യാമ്പസിൽ പ്രവർത്തിക്കാനുള്ള അവകാശം നിഷേധിക്കുക മാത്രമല്ല, അവിടെ അവർക്കെതിരെയാണ് ആശയം പറയുന്നത് എങ്കിൽ പൂർണ്ണമായി മാനസികമായി തളർത്തുക, ശാരീരികമായി തളർത്തുക, ഒടുവിൽ കൊലപാതകത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുക. ഇതേ SFIക്കാരൻ ക്യാമ്പസിൽ മുദ്രാവാക്യം വിളിക്കുന്നതോ മറ്റൊന്നാണ്. എന്നാൽ ഇവരുടെ മറ്റേത് സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ, ആശയപരമായോ സംഘടനാപരമായോ പ്രവർത്തിക്കാൻ ഒരു അധികാരവും ഇവർ കൊടുക്കാറില്ല എന്നതാണ് നമ്മളുടെ അനുഭവം. ഇതിൽ ഞങ്ങൾ പറയുന്നത്, ഇതിൽ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ഒന്ന്, ഈ പറയുന്ന നടപടിക്രമങ്ങളിൽ ആദ്യമായി ഇരുത്തിയത് റാഗിംഗ് കേസാണ്. അത് പറ്റില്ല, പാടില്ല, അതല്ല ഇതിന്റെ മോട്ടീവ്. ഇതിൽ കൃത്യമായി ആ വിദ്യാർത്ഥിയെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണത്തെ പ്രിയപ്പെട്ട ഷിബു പറഞ്ഞു. ഇവിടെ
ഷിബു പറഞ്ഞു വിദ്യാർത്ഥികൾക്ക് അംഗീകാരം കിട്ടുന്നു, കൂടുതൽ ആളുകളിലേക്ക് വിസിബിലിറ്റി കിട്ടുന്നു, അവർ ടാർഗറ്റ് ചെയ്യുകയാണ്. യൂണിറ്റ് MSFന്റെ ജനറൽ സെക്രട്ടറിയും യൂണിയന്റെ പ്രസിഡന്റും ഒരാളെ നേതൃത്വം കൊടുത്ത് കൊലപാതകത്തിലേക്ക് നയിക്കുന്നുവെങ്കിൽ അത് SFIയുടെ രാഷ്ട്രീയപരമായ തീരുമാനമാണ്. അവിടെയാണ് ഞങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിന്റെ പ്രശ്നമാണ്, ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാപരമായ പ്രശ്നമാണ്. ആ പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ സിദ്ധാന്തവും കൊണ്ടുപോയി ക്യാമ്പസിൽ ഇത്തരം അക്രമം നടത്തുമ്പോൾ അത് നിയന്ത്രിക്കാൻ ആർക്കും കഴിയില്ല. പ്രൊഫസർ ബി ജയരാജ്, ഇത് ശരിയായ കാര്യമാണല്ലോ, ശരിയായ നിരീക്ഷണമാണല്ലോ ശ്രീ നജാഫ് ഇവിടെ നടത്തിയത്. പ്രൊഫസർ ബി ജയരാജ് ഒരു വിദ്യാർത്ഥിയെ ടാർഗറ്റ് ചെയ്യുകയായിരുന്നു. അത് ഈ വിദ്യാർത്ഥികൾ, ഈ യൂണിറ്റ് സെക്രട്ടറിയും ഈ കോളേജ് യൂണിയൻ പ്രസിഡന്റും ചേർന്നെടുത്ത ഒരു തീരുമാനം എന്ന് വിശ്വസിക്കാൻ പറ്റുകയില്ല. ഈ വിദ്യാർത്ഥിയെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം. അപ്പോൾ അതിൽ സംഘടനയുടെ ഒരു തീരുമാനമാണ് അതിൽ വന്നിരിക്കുന്നത്. കൈകഴിയാം, ഞങ്ങൾക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ട്. പക്ഷേ പൊതുസമൂഹം അത് അംഗീകരിക്കുകയില്ല പ്രൊഫസർ ബി ജയരാജ്. അപ്പോൾ കൃത്യമായ നടപടി വേണം, അന്വേഷണം വേണം. പക്ഷേ അത് നടക്കുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. പോലീസ് ആദ്യം എന്താണ് ചെയ്തത്? ഈ പ്രതികളെ രക്ഷപ്പെടാൻ അനുവദിക്കുകയായിരുന്നു. പ്രതികളെന്ന് പോലും പോലീസ് ഇന്നും പറയാൻ മടിക്കുകയാണ്. ഇന്ന് കൽപ്പറ്റ DYSP രാവിലെ പറയുകയാണ്, ഒരാളെ പിടികൂടിയിട്ടുണ്ട്, അറസ്റ്റൊന്നുമല്ല, കസ്റ്റഡിയിൽ എടുത്തതാണ്, പേരൊന്നും ഞങ്ങളിപ്പോൾ പറയില്ല, SFIക്കാരനാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. ഇതൊക്കെയാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം അറസ്റ്റ് ചെയ്തു അയാളെ, അത് മറ്റൊരു കാര്യം. ഇത്രയും നാൾ വീട്ടിൽ പോകും, അന്വേഷിക്കും, തിരിച്ചു പോരും. ഇതാണ് പോലീസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് പോലീസ് ഉണർന്നത്. അതുവരെ ഇവരോട്, ഷിബുവിനെ പോലെയുള്ളവരോടൊക്കെ വീട്ടിൽ പൊക്കോളാനാണ് പറഞ്ഞത്. ഇതൊരു ആത്മഹത്യയാണെന്നാണ് പറഞ്ഞ് പോലീസ് കൈയൊഴിയുകയായിരുന്നു. ആരെ രക്ഷിക്കാനാണ് സാർ ഇതൊക്കെ നടക്കുന്നത്? ഇതിനു മുമ്പ് ഈ കുട്ടിയുടെ സിദ്ധാർത്ഥിന്റെ അച്ഛനുമായിട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ആ ക്യാമ്പസിനകത്ത് ഈ ഹോസ്റ്റലിൽ, കോളേജ് ഹോസ്റ്റലിൽ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗമുണ്ട് എന്ന്. ഈ ഇൻഫ്ലുവൻസ്, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ ആണോ ഇത് ചെയ്തതെന്നുള്ള ഒരു അന്വേഷണം കൂടെ ഇതിന്റെ കൂടെ നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം മനുഷ്യന്റെ സ്വഭാവം ഏത് രീതിയിലാണ് മാറുന്നത്, ഏത് ലെവലിലൊക്കെ മനുഷ്യന്റെ ആക്ഷസ് സ്വഭാവക്കാരായി മാറും. ഇത് സംഘടന ഇതിപ്പോ SFI സംഘടനയിൽപ്പെട്ട ആളുകളാണ് പ്രധാനപ്പെട്ട ആളുകൾ എന്നിരിക്കും. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും SFIക്കാർ ഇങ്ങനെ തന്നെയാണ്, SFIക്കാരുടെ മോഡസ് ഓപ്പറാണ്ടി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം മാലാഖമാരാണ്, ഞങ്ങൾ ആരും ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്തിട്ടില്ല എന്നൊക്കെ ന്യായീകരിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഈ കേസിൽ, പർട്ടിക്കുലർ കേസിൽ ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം കൂടെ നടത്തണം, സമഗ്ര അന്വേഷണം നടത്തണം. ഇനി ഒരിക്കലും ഒരു ക്യാമ്പസിലും ഇതുപോലൊരു ദുരനുഭവം, ഇതുപോലെ ഒരു കൊലപാതകം അല്ല, ഇതുപോലെ ഒരു കൊലപാതകം എന്ന് തന്നെ ഞാൻ പറയും. ആത്മഹത്യയാണെങ്കിൽ കൂടി അതിന്റെ കാരണം നീട്ടിക്കൊണ്ടുപോയത്, അതിന് പ്രേരിപ്പിച്ചത് ഇത്തരത്തിലുള്ള ഈ നിങ്ങൾ വിളിക്കുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, ആൾക്കൂട്ട വിചാരണ എന്നോ റാഗിംഗ് എന്നോ പിന്നെ ബുള്ളിങ് എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ഒരു ജീവൻ നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്തത്. ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം, നല്ലൊരു ചെറുപ്പക്കാരനെ കേട്ട് മനസ്സിലാക്കിയത്തോളം വളരെ മിടുക്കാനായിട്ടുള്ള, സമർത്ഥനായിട്ടുള്ള ഒരു കുട്ടിയുടെ ഏത് മാതാപിതാക്കൾക്കാണ് അത് സഹിക്കാൻ പറ്റുന്നത്? അതിനെതിരെ പൊതു മനസ്സാക്ഷി ഉണർന്നേ തീരൂ. ഇത്തരത്തിലുള്ള അത്യാചാരങ്ങൾക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കേ തീരൂ. അതിന് പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടുന്നത്. ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ് വേണ്ടുന്നത്. അതിശക്തമായ തീരുമാനം, അത് ഭരണതലത്തിലും ഉണ്ടാവണം. അത്യാവശ്യമെങ്കിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു തീരുമാനം എടുക്കേണ്ടത്. എന്ത് തീരുമാനമെടുത്താലും ഒറ്റപ്പെട്ട സംഭവമാക്കി തീർക്കാതിരുന്നാൽ മതിയായിരുന്നു. അത് മാത്രമേ ഇപ്പോൾ ഒരു ആശങ്കയുള്ളൂ. ഇതും കണ്ടുകൊണ്ട് ഇപ്പോൾ തന്നെ SFI പകുതി അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഒറ്റപ്പെട്ട സംഭവം എന്ന രീതിയിലാണ്. അതാണല്ലോ കൈയൊഴിയുന്നത്. ഇനി ദയവ് ചെയ്ത് മുഖ്യമന്ത്രി കൂടി അങ്ങനെ പറയാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഒരു അപേക്ഷയേ ഉള്ളൂ. അങ്ങനെ എന്തായാലും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറച്ചുകൂടെ പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക വയ്യ. ഹോപ്പാണല്ലോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. ശരി, അങ്ങനെ ഒരു ഉറപ്പോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. എന്തായാലും ശ്രീ ഷിബു, ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്? ആദ്യം അവർ എന്തായാലും ആത്മഹത്യ എന്നുള്ള ഒരു നിഗമനത്തിലായിരുന്നുവല്ലോ. അന്വേഷണത്തിൽ ഇപ്പോൾ നിങ്ങൾ തൃപ്തരാണോ? സർ, ആദ്യം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ പോയ സമയത്ത് അന്നുണ്ടായിരുന്ന ചാർജ് ഉണ്ടായിരുന്ന SI പറഞ്ഞത് ഇത് സാധാരണ ഒരു സംഭവം, ഒരു ആത്മഹത്യയാണ്, സാധാരണ ഒരു ആത്മഹത്യ, നിങ്ങൾക്ക് സംശയിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല, ഇതൊരു സാധാരണ ആത്മഹത്യ. ഈ വാക്ക് തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വേറെ ഒന്നും സംശയിച്ചത് ബോഡിയിൽ സാറ് കഴുത്തിൽ കണ്ട മുറി, അതൊക്കെ ഇത് ഹാങ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ആ നെഞ്ചിൽ കണ്ടതാ, അതും എന്തോ തട്ടിയതാണ്, നമുക്ക് നോക്കാം, ഇങ്ങനെ ഉള്ള. അപ്പോൾ അവര് മനഃപൂർവ്വമായിട്ട് അത് ഒരു ആത്മഹത്യയായിട്ട് ചിത്രീകരിക്കുവാൻ, അതൊരു ആത്മഹത്യയാണ്, ഞങ്ങളും അത് ആ രീതിയിൽ അങ്ങ് പോവും എന്നുള്ള രീതിയിലാണ് അവര് വിചാരിച്ചിരുന്നത്.
പക്ഷെ നമ്മൾ കൂടുതൽ പരിശോധിക്കുകയും എനിക്ക് ആ PTA പ്രസിഡന്റ് മുതൽ അധ്യാപകർ എന്നുള്ള ദൈവതുല്യരായ 2-3 ആളുകൾ നമുക്ക് നൽകിയ ആ ചെറിയൊരു ത്രെഡ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു കേസ് ഇത്രത്തോളം എത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. ആ മനുഷ്യർക്ക് ഞാൻ എപ്പോഴും നന്ദി പറയും. കാരണം അവരുടെ ഒരു വെളിപ്പെടുത്തലാണ് ഞങ്ങൾ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയത്. ഇല്ലെങ്കിൽ ഇതൊരു സാധാരണ അവര് ആത്മഹത്യയായിട്ട് മാറുകയും ഇന്നത്തെ ഈ കൊലയാളികൾ വളരെ സന്തോഷത്തോടുകൂടി അടുത്തൊരു കൊലയാളിയെ തെരഞ്ഞെടുത്ത് നടക്കുകയും ചെയ്യുമായിരുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് പറയേണ്ടത്, ഈ കലാലയ നേരത്തെ പറഞ്ഞതുപോലെ സിദ്ധാർത്ഥന് ഈ അപകടം സംഭവിച്ചില്ല എങ്കിൽ, ഇൻ കേസ് മരണപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായും ഇതൊരു പെണ്ണ് കേസാക്കി അവൻ രക്ഷപ്പെട്ട് ഞങ്ങൾ ചിലപ്പോൾ ഇടപെട്ട് അവനെ ഇതായിട്ട് കൊണ്ടുവന്ന് അവനെ ചിലപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് 1 മാസം കഴിഞ്ഞ് സുഖപ്പെട്ട് വെളിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അവരിതൊരു പെണ്ണ് കേസായിട്ട് കൊണ്ടുവരികയും അവന്റെ തലയിൽ എന്തെങ്കിലും ഒരു വലിയ നാണംകെട്ട ഒരു ഏർപ്പാട് ഉണ്ടാക്കി അവനെ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ സംഘടന തന്നെ കൃത്യമായി എത്തിക്കുമെന്നതിൽ 100% മാറ്റമില്ല. നേരത്തെ പറഞ്ഞ ആ വക്താവ് കൃത്യമായ കാര്യമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഷിബു, താങ്കളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണല്ലോ സിദ്ധാർത്ഥ്. ഒരു കൂട്ടുകാരെ പോലെ ആയിരുന്നുവല്ലോ നിങ്ങൾ. എന്തെങ്കിലും കാര്യങ്ങൾ സിദ്ധാർത്ഥ് ഏതെങ്കിലും അവസരത്തിൽ ക്യാമ്പസിനെ കുറിച്ച് താങ്കളോട് പറഞ്ഞിരുന്നു? തീർച്ചയായും സാറേ, അവൻ എന്റെ ഫ്രണ്ട്ഷിപ്പായിരുന്നു നമ്മൾ തമ്മിൽ. എന്ത് കാര്യവും എപ്പോഴും തുറന്നു പറയും. പക്ഷെ അവന് ആരോടത്തും എതിർക്കുന്ന കാര്യം, ആരെങ്കിലും അവന്റെ അടുത്ത് മോശമായ വൈരാഗ്യമുള്ള ഒരാളെങ്കിലും ഉള്ളതായിട്ട് ഇന്ന് വരെ ആരെപ്പറ്റിയും അവൻ പറഞ്ഞിട്ടില്ല. അതാണ് അവന്റെ സ്വഭാവം. ആരെന്ത് ചോദിച്ചാലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെന്റാലിറ്റിയാണ് അവൻ. അത്തരത്തിലുള്ള ഒരു സ്വഭാവക്കാരനായിരുന്നു. കോളേജിനെ കുറിച്ച് അവൻ പറയുന്നത്, കോളേജിലെ നമ്മുടെ യൂണിറ്റ് ഉണ്ട്, SFI ചേട്ടന്മാരുണ്ട്. SFI ചേട്ടന്മാർ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കും. അവിടെ അവര് ഒരു വിധി ഉണ്ടാക്കും. ആ അടി ഉറപ്പാണ്. അപ്പൊ നമ്മൾ കളിക്ക് പോലും ഞാനും അന്യത്തെയും ചോദിക്കും, എടാ നിനക്കെന്ത്, ഞാൻ ആ ഭാഗത്തൊന്നും പോകില്ല, ഞാനങ്ങ് മാറി എന്റെ രീതിയിൽ അങ്ങ് ഞാൻ ഒഴുകി അവരുമായിട്ട് വലിയ മിങ്കിൾ ചെയ്യാതെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറാണ് പതിവ്. അവിടെ കുറച്ച് 1-2 ചേട്ടന്മാരുണ്ട്, നല്ല പഠിക്കണം ചേട്ടാ, അവര് ഞങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞു തരും. അതെ, അല്ലാതെ ഞാൻ അവരുമായിട്ട് വലുതായിട്ട് മിങ്കിൾ ചെയ്യൂല. എവരെന്ന് പറഞ്ഞാൽ രാത്രി മദ്യപാനമുണ്ട്, മറ്റുള്ള ഏർപ്പാടുകളുണ്ട്, എല്ലാം അവിടെ അതിനകത്തില്ലാത്ത ഒരു ഏർപ്പാടുകളും ആ യൂണിറ്റിൽ ഇല്ല എന്ന് അവൻ നമ്മളടുത്ത് തമാശ രൂപേണ പറയും. എന്നാൽ ആരെയും കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങളടുത്ത് പറയാറില്ല. ഒരു ശത്രുക്കളെ ഉള്ളതായിട്ടും പറയാറില്ല. ഈ സംഭവം തന്നെ അടുത്ത സമയത്തുണ്ടായ 1-2 ദിവസത്തെ സംഭവത്തിലാണ് ഈ കൊടും ക്രൂരതയിൽ എത്തിച്ചേർന്നത്. അതേപോലെ സിദ്ധാർത്ഥന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു. ഒരു മേഡം ഇട്ടിരിക്കുന്നതാണ്. അവരുടെ വീട്ടില് ഒരു നായുടെ 2 കാല്, ബാക്കിലത്തെ കാലിൽ എന്തോ പ്രശ്നമായപ്പോൾ യവൻ പഠിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. യവൻ PG വിദ്യാർത്ഥി ആയ ചേട്ടന്മാരടുത്തോ ചേച്ചിമാരടുത്തോ ചെന്ന് കുറച്ച് റെഫർ ചെയ്ത് അതിനൊരു എക്വിപ്മെന്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അതിന് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം ആ മേഡം ആ ഒരു ഇതിലിടുന്നുണ്ട്. അതില് നിർഭാഗ്യവശാൽ അവർ തന്നെ പറയുന്നുണ്ട്, അതിൽ കൂടെ പോയത് ഈ പ്രതിയായ റഹാനാണ് കൂടെ പോയിരിക്കുന്നത്. ഇവർ രണ്ടുപേരുമാണ്. ആ മേഡം 500 രൂപ അവർക്ക് കൊടുത്തു. വളരെ സന്തോഷത്തോടെയാണ് 250 രൂപ വെച്ച് രണ്ടുപേരും എടുത്തിട്ട് അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയതിന് തുല്യമാണ് ഈ 250 രൂപയെന്നും അവ ഇവിടെ അമ്മയുടെ അടുത്ത് പറയുകയുണ്ടായി. ആ മേഡം എന്ന് പറഞ്ഞ ആ വീഡിയോയിൽ പറയുന്ന വാക്കുകൾ വളരെ ഒരു 2 കുട്ടികളെ ഞാൻ പരിചയപ്പെട്ടു. നല്ല മിടുക്കരായ ഒരു പയ്യനുണ്ട്, അവനാണ് ഇതെല്ലാം ചെയ്തത്, കൂടെ വന്നവൻ കൊലയാളിയായി പോയി എന്നുള്ള രീതിയിൽ അവർ പറയും. അപ്പൊ അത്തരത്തിലൊരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി. അതുപോലെ കോളേജിലുള്ള സീനിയേഴ്സിന്റെ പല സാധനങ്ങളും ഈ വീട്ടിൽ ചുമന്ന്, ഈ പൂക്കോടെന്നുള്ള വയനാടിന്ന് ട്രിവാൻഡ്രം വരെ ചുമന്നു കൊണ്ടുവന്ന് അവരെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടിയെ എങ്ങനെയാണ് ഇത്തരം ഈ പൈശാചികമായിട്ട് യവന്മാർക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു? ഈ SFI യൂണിറ്റിലെ ഇവർക്ക് ഇത് എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇവനെ ഇത്രയും ക്രൂരമർദ്ദനം ചെയ്തു. ക്രൂരമെന്ന് പറഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലോ ഇന്ത്യയിലോ തന്നെ ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനം ആർക്കും ഏറ്റിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതില് നമ്മൾ ഇപ്പം നേരത്തെ എന്തൊക്കെ പറഞ്ഞാൽ നമുക്കൊരു വ്യക്തമായ രാഷ്ട്രീയ ചിന്താഗതിയോ ഒന്നുമില്ലാത്ത ആളുകളാണ്, സ്വതന്ത്ര ചിന്താഗതിയിൽ ജീവിക്കുന്നത്. ആരാണ് നല്ലത് ചെയ്യുന്നത്, ആരാണ് നല്ലത് ചെയ്യുന്നവരോട് നല്ലതിനടുത്ത് പോവും, ചീത്ത കാര്യങ്ങൾ ചെയ്ത് അവരോട് എതിർക്കും. അതാണ് ഞങ്ങളുടെ പോളിസി. അതുകൊണ്ട് ആരെയും ഫേവർ ചെയ്യോ അനുകൂലിക്കുകയോ ചെയ്യുന്നതല്ല.
ഇവിടെ SFIയുടെ പ്രത്യേകത ഉള്ള ആളുകളാണ്, നേതൃത്വത്തിലുള്ള ആളുകളാണ് ഇതിൽ കുറ്റവാളികളായിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ആ പേര് ഞാൻ എടുത്തു പറയുന്നത്. അല്ലാതെ എനിക്ക് രാഷ്ട്രീയമായിട്ട് ഇല്ല, അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയ സെവയോടുകൂടി സംസാരിക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിൽ ഇത് ആരും കാണരുത്. എന്റെ ആരും കാണുകയില്ല. താങ്കൾ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അത് സത്യസന്ധമായി ഈ കാര്യങ്ങളെ വിശകലനം ചെയ്ത ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും. SFIയുടെ അടിമകൾക്ക് ഇത് മനസ്സിലാവുകയില്ല, ബാക്കിയുള്ളവർക്ക് ഇത് മനസ്സിലാകും. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജിൻഡോ, മുഖ്യമന്ത്രി DGPക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്താൻ. അന്വേഷണം നടക്കുമോ? മഞ്ജുഷേ, അതിലുള്ളൊരു സങ്കടം എന്താണെന്നറിയും, ഇപ്പോൾ നമ്മളുടെ CPM സഹയാത്രികനായിട്ടുള്ള ശ്രീ ജയരാജ് പറഞ്ഞത്, ആദ്യത്തെ റൗണ്ടിൽ അദ്ദേഹം പറഞ്ഞത് ഈ അക്രമത്തെക്കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസാക്ഷി ഞെട്ടിത്തിരിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ രണ്ടാം റൗണ്ട് അദ്ദേഹം പറഞ്ഞത് മനുഷ്യ സ്വഭാവം എപ്പോഴാണ് മാറുന്ന SFIയുടെ കുട്ടികൾ അവർ മദ്യവും മറ്റു ലഹരിയൊക്കെ ഉപയോഗിച്ചതുകൊണ്ടായിരിക്കും 3 ദിവസം തുടർച്ചയായിട്ട് ഒരു ചെറുപ്പക്കാരനെ തല്ലി മൃതപ്രായനാക്കി കൊന്നു കെട്ടിത്തൂക്കുന്നതൊക്കെ ലഹരിയുടെ മാത്രം അല്ലെങ്കിൽ റാഗിങ്ങിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞ് അതിനെ ഒന്ന് മൈൽഡാക്കി കളയാൻ നോക്കരുത്, അത് ശരിയല്ല. പിന്നെ താങ്കൾ പറയുന്നത് അതിൻ്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും SFI ഇങ്ങനെയാണെന്നൊന്നും ജനറലൈസ് ചെയ്യരുതെന്ന് ഞങ്ങൾക്ക് ഉപദേശം കൂടി. താങ്കൾ ആ വെച്ചിരിക്കുന്ന CPM സഹയാത്രികൻ എന്നുള്ള കണ്ണട എടുത്തു മാറ്റിയിട്ട് മനസാക്ഷിയുടെയും മാനവികതയുടെ ഒരു കണ്ണട വെച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ കലാലയങ്ങളിലൂടെ മാത്രം ഒന്ന് യാത്ര ചെയ്താൽ താങ്കൾക്ക് ഇതിൻ്റെ സത്യം ബോധ്യമോ? താങ്കളെ ഒന്നും പറഞ്ഞു തിരുത്താൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ തലയടിച്ച് പൊട്ടിച്ച് കൊല്ലാൻ നോക്കുന്ന ആളുകളുടെ ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് എൻഡോഴ്സ് ചെയ്യുന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ആ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ടാലും ഇതിൽ കൂടുതലായിട്ടൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് കല്യാണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കാരണവർ സ്ഥാനത്ത് നിന്ന് വിവാഹം നടത്തി കൊടുത്ത സ്പീക്കർ ഉൾപ്പെടെ ഈ സംസ്ഥാനം ഭരിക്കുന്ന കാലഘട്ടത്തിൽ അതിന് അങ്ങനെയുള്ളൊരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ ഇത് ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് സഹായം ചെയ്തു കൊടുത്തു CPM എന്ന് പറയുമ്പോൾ ഇന്ന് LDF കൺവീനറെ കൂടി അതിന്റെ കൂടെ ചേർത്തോളൂ കേട്ടോ. LDF കൺവീനർ EP ജയരാജൻ പറയുകയാണ്, അന്ന് ഷംസീർ ഈ മുഹമ്മദ് ഷാഫിയുടെ TP കേസിലെ 5ാം പ്രതി കൊടും ക്രിമിനലായ KK മുഹമ്മദ് ഷാഫിയുടെ വിവാഹത്തിന് പോയതിൽ ഒരു തെറ്റുമില്ല. ഈ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവരുടെ വീടുകളിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് എന്താണ് അത്ര വലിയ തെറ്റ്? അവരെ അങ്ങനെ സമൂഹത്തിന് ഒറ്റപ്പെടുത്തുവാൻ കഴിയുമോ? ഇതൊക്കെയായിരുന്നു ഇന്ന് EP-യുടെ വാക്കുകൾ. അതിന്റെ അപ്പുറത്തെ സൈഡിലാണ് പറയുന്നത് ഞങ്ങൾക്ക് ഈ കൊലപാതകവുമായിട്ട് ഒരു ബന്ധവുമില്ല. സത്യമാണ് മഞ്ജുഷ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാർക്സിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മനുഷ്യത്വമില്ലാത്ത ആളുകളെന്നാ. ഇത് തന്നെയാണ് ബംഗാളിൽ 10-35 വർഷക്കാലം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവിടെയുള്ള സഖാക്കന്മാരെയൊക്കെ നാട്ടിലെ ആളുകൾ മുഴുവൻ അടിച്ചോടിക്കേണ്ട ഗതികേടിലേക്ക് ഇവരെത്തിപ്പെട്ടത്. ഇവരുടെ പാർട്ടി ഇവർ സോഷ്യൽ മീഡിയയിലൂടെ പാർട്ടി പ്രവർത്തനത്തിന് ആളുകളെ ആകർഷിക്കുന്ന പരസ്യം നൽകേണ്ട ഗതികേടിലേക്ക് ആ സംസ്ഥാനത്ത് മാറാനുള്ള കാരണം ഇത് തന്നെയാണ്. EP ജയരാജനെ പോലുള്ള ആളുകൾ ഈ കൊലയാളികളെ നാളെ മാലയിട്ട് സ്വീകരിക്കുന്ന കാഴ്ചയെ നമ്മൾ കാണേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത് മഹാരാജാസ് കോളേജ് നമ്മുടെ കൊച്ചി നഗരത്തിലെ ഒരു പ്രധാന കലാലയമാണ്. ചരിത്രം ഒരുപാടുള്ള കലാലയമല്ലേ. ഈ കലാലയത്തിൽ ഒരു ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട അധ്യാപകൻ പകല് ആൺകുട്ടികളെ ഹരാസ് ചെയ്യുകയും രാത്രി പെൺകുട്ടികളുടെ മേനി സൗന്ദര്യത്തെക്കുറിച്ച് ക്ലാസ് എടുത്ത് ഒക്കെ ചെയ്യുന്ന ഒരു അധ്യാപകനെതിരെ പരാതി കൊടുത്ത ഒരു പെൺകുട്ടി പരാതി കൊടുക്കുമ്പോൾ ആ പരാതി കൊടുത്തത് KSUക്കാരായതിന്റെ പേരിൽ മാത്രം SFIയും AKGCTA എന്ന് പറഞ്ഞ അധ്യാപക സംഘടനയും ഈ നരാധമനായിട്ടുള്ള ഈ വൃത്തികെട്ട സ്വഭാവമുള്ള അധ്യാപകന് വേണ്ടിയിട്ട് പ്രകടനം നടത്തുകയും പ്രതിഷേധം നടത്തുകയും ചെയ്തു. ഇത് കേരളത്തിലെമ്പാടും നടക്കുന്ന ഇതേ അധ്യാപകരുടെ സ്വാധീനത്തിലും സഹായത്തിലും ഇവർ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ബാലറ്റ് പേപ്പറിൽ കൃത്രിമം നടത്തി ജയിക്കും. KSUക്കാരുടെയും AVP-കാരുടെയും മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ ഒക്കെ നോമിനേഷൻ സ്വീകരിക്കാതിരിക്കും, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കും, അക്രമം നടത്തുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കും. ഇത് തന്നെയാണ് പൂക്കോട് ക്യാമ്പസിൽ നടന്നത്. ഡീൻ ഉൾപ്പെടെയുള്ള അവിടുത്തെ അധ്യാപകർക്ക്, അവിടുത്തെ മാനേജ്മെന്റിലെ സ്റ്റാഫുകൾക്ക് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഈ മനുഷ്യ മൃഗങ്ങൾ അവിടുത്തെ ഒരു സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥിക്കെതിരെ നടത്തിയ ഈ നരവേട്ടയ്ക്ക് അത് കണ്ടുകൊണ്ട് നിന്ന, അത് കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച, 4-5 ദിവസക്കാലം അത് മൂടിവെച്ച, പോലീസിൽ അറിയിക്കാതിരുന്ന, ഇതിന് മുഴുവൻ പിന്തുണയും കൊടുത്ത ആ അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പ്രതി ചേർത്ത് അന്വേഷണം നടത്തണം. ഈ ക്യാമ്പസുകളിലെ, കേരളത്തിലെ ക്യാമ്പസുകളിലെ SFIയുടെ ഇടിമുറികളും ഹോസ്റ്റലുകളിലെ പാർട്ടി കോടതികളും നിരോധിക്കണം. അതൊക്കെ റെയ്ഡ് ചെയ്യണം. ഈ എറണാകുളം മഹാരാജാസ് കോളേജിൽ
തന്നെ KSUക്കാരുടെ റൂമുകളിൽ രണ്ടാഴ്ച മുമ്പാണ് KSUക്കാരുടെ റൂമുകളിൽ കയറി SFIയുടെ നേതാക്കന്മാർ അവരുടെ സാധന സാമഗ്രികളൊക്കെ കത്തിച്ച് നശിപ്പിച്ചത്. പോലീസിൽ പരാതി കൊടുത്തിട്ടും കോളേജിൽ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. ഇനി ഞാൻ ഈ ചർച്ച കൊണ്ടൊന്നും മഞ്ജുഷേ, ഈ ചർച്ച കൊണ്ടും കേരളത്തിലെ SFIക്കാരുടെ മനസ്സിൽ ഒരു മാറ്റം പോലും സംഭവിക്കില്ല. നാളെ മുതൽ വീണ്ടും കേരളത്തിലെ കലാലയങ്ങളിൽ SFIക്കാർ തുടരാൻ പോകുന്നത് ഇതേ നടപടി തന്നെയാണ്. അപ്പൊ നമ്മൾ അന്നും പറയും ഇതേ ചർച്ച തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ എന്തുകൊണ്ട് നിരോധിച്ചോ അതുപോലെ അതേ ഗ്രൗണ്ടിൽ തന്നെ നിരോധനം അറിയിക്കുന്ന ഒരു സംഘടനയാണ് SFI. ഇവർ കഴിഞ്ഞ 8 വർഷക്കാലം മാത്രം എടുത്താൽ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എന്ത് സമരമാണ് ഇവർ ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ഒരു ശബ്ദം വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവർക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ടോ? ഭരണത്തിലിരിക്കുന്ന സമയത്ത് SFI എന്ന സംഘടന നിർജീവമാണല്ലോ. ഇത്തവണ ഗവർണർ രംഗത്തെത്തിയത് കൊണ്ട് SFIക്ക് കുറച്ച് ജോലി കിട്ടി. അതുകൊണ്ട് ആ സമയത്ത് കുറെ സമരങ്ങൾ നടത്തി. ശ്രീ നജാഫ്, ഇന്ന് MSF പൂക്കോട് സർവകലാശാല ക്യാമ്പസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നുവല്ലോ. എന്താണ് നിങ്ങൾ ഇത്തരത്തിലുള്ള മാർച്ചുകൾ കൊണ്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്? ഇടിമുറികൾ ഉള്ള സ്ഥലമാണ് പൂക്കോട് സർവകലാശാല ക്യാമ്പസ്. അത് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഇതിനെക്കുറിച്ച് ബോധവാന്മാരാണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ സാധിക്കുമോ ഈ വിഷയത്തിൽ? ക്യാമ്പസുകളിൽ ഇന്ന് നടത്തിയ ക്യാമ്പസിൻ്റെ മാർച്ചിൽ ഞങ്ങളുടെ ജില്ലാ MSFന്റെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇന്ന് അറസ്റ്റ് വരിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ സമരങ്ങൾ ഞങ്ങൾ നാളെ സംസ്ഥാന MSFന്റെ പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ സമരങ്ങൾ പ്രഖ്യാപിക്കും. ഞാനിതിൽ ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന ഒറ്റൊരു കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ചയിൽ പ്രധാനമായി ഉയർന്നു വന്ന ഒരു കാര്യം, ഇത് സംഘടനാപരമായി ആസൂത്രിതമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഇത് ഒരു റാഗിങ്ങായി മാത്രം ചൂണ്ടിക്കാണിച്ച് ഇതിൻ്റെ കൊലപാതകത്തിൽ നിന്നും ഈ പറയുന്ന പ്രതികളെ രക്ഷപ്പെടുത്തിയെടുക്കുവാനുള്ള തന്ത്രപരമായ പ്ലാനിങ്ങാണ്. അതിനെ തടയേണ്ടത് അനിവാര്യമാണ്. അതിന് വരാൻ പോകുന്ന അന്വേഷണം അതിന് പാത്രമാവും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതിൻ്റെ ഫോളോ അപ്പുകൾ ഉണ്ടാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ സർക്കാർ ഭരിക്കുന്ന ഒരു ഘട്ടത്തിൽ സാധാരണക്കാരായ ഒരു വിദ്യാർത്ഥിക്ക് മറ്റ് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന സാഹചര്യം ക്യാമ്പസിൽ ഉണ്ടാവുമെന്ന ധാരണ ഞങ്ങൾക്കില്ല. ഞങ്ങൾ അവരോട് പൊരുതിയാണ് ഓരോ ക്യാമ്പസിൽ നിൽക്കുന്നത്. അങ്ങനെയാണ് വിജയിച്ചു വരുന്നത്. അപ്പോൾ അത്തരക്കാരെ ഇത്തരത്തിൽ അപകടപ്പെടുത്തുന്ന പലതരം ഇടപെടലുകൾ നടക്കാറുണ്ട്. ചേർത്ത് വെക്കേണ്ട ഒറ്റ കാര്യം, തെറ്റ് സംഭവിച്ചുവെന്ന് സംസ്ഥാന സെക്രട്ടറി, കോളേജ് ക്യാമ്പസിലെ SFI നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, പോലീസ് ഒക്കെ ഒരുപോലെ സമ്മതിക്കുന്നു. ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇത് പ്ലാൻഡായി അവർ ഈ സംഘടനയിൽ അവരുടെ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തെറ്റുപറ്റിയ ആളുകൾ എന്ന നിലക്ക് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതിതാണ് എന്ന് മനസ്സിലാക്കിയുള്ള ഇടപെടലാണ്. അതുകൊണ്ട് പോലീസുകാരൻ ഇന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരാൾക്കൂട്ട കൊലപാതകമായി അതിനെ കാണാൻ കഴിയുള്ളൂ, ആ ആൾക്കൂട്ടത്തിൻ്റെ അക്രമമായി കാണാൻ കഴിയുള്ളൂ, ആത്മഹത്യ തന്നെയാവാം എന്ന് ഞങ്ങൾ ഇപ്പോഴും പറയുന്നു. ഈ സിദ്ധാർത്ഥിൻ്റെ ശരീരത്തിൽ പരിക്കുകളുണ്ട്, കഴുത്തിൽ അടയാളങ്ങളുണ്ട്. ഈ രൂപത്തിൽ ഒരാളെ 3 ദിവസം പട്ടിണിക്കിട്ട് കൊല്ലാനുള്ള അല്ലെങ്കിൽ അപകടപ്പെടുത്തുവാനുള്ള ഉദ്ദേശത്തോടു കൂടി 100% ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ്. അതിനെ ന്യായീകരിക്കാൻ വേണ്ടി സംസാരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് ഇവർ വരണമെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ഇതിവിടെ മാത്രമല്ല, മറ്റെല്ലാം പുറത്തു വരും, ചോദ്യം ചെയ്യപ്പെടും, പുറത്ത് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ MSFന് പറയുവാനുള്ളത്, ഈ ക്യാമ്പസിൽ മാത്രമല്ല, കേരളത്തിൽ വ്യത്യസ്തമായ ക്യാമ്പസുകളിൽ ഇപ്പോൾ SFI നേതൃത്വം കൊടുക്കുന്ന ലീഡർഷിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ അടുത്ത കാലത്തായി നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഇടപെടലുകളും പരിശോധിക്കപ്പെടണം. മഹാരാജാസ് കോളേജിൽ നേരത്തെ മറ്റു പല ക്യാമ്പസുകളിലും ഇതേ പ്രശ്നമുണ്ട്. ഈ നിങ്ങൾക്ക് ഈ സംശയം പറയാത്തത് കൊണ്ടുമല്ല, ശരി, കൊലപാതകമാണ് എന്നുള്ള സംശയം നിങ്ങൾക്ക് ഇപ്പോഴുണ്ടോ ശ്രീ ഷിബു? പോലീസിന്റെ അന്വേഷണം, പോലീസ് ഇപ്പോഴും പറയുന്നത് ആൾക്കൂട്ട വിചാരണ നടന്നു, ആൾക്കൂട്ട മർദ്ദനം നടന്നു, പക്ഷേ ആത്മഹത്യയായിരുന്നു. ഇതാണല്ലോ പോലീസ് ഇപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് അതിൽ വിശ്വാസമുണ്ടോ, അതോ അത് അങ്ങനെയല്ല എന്നാണോ ഷിബു? സാറേ, എങ്ങനെയാണ് നമുക്കത് പറയാൻ കഴിയും? ഇപ്പൊ ആൾക്കൂട്ട വിചാരണ നടന്നു, ശരി, 1-2 ഇത്രയും കുട്ടികൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല പ്രാവശ്യങ്ങളിലെ എല്ലാവരും കൂടെ ഒരു കുട്ടിയെ അടിക്കുമ്പോഴല്ലേ ഇതുണ്ടാവുന്നത്. അപ്പം അതിനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ? എല്ലാവരും ഒരുമിച്ച് ഒരാളിലേക്ക് ഇത് കേന്ദ്രീകരിക്കുമ്പോൾ അതിന് പ്രഹരം കൂടും. അപ്പം എത്ര ചെയ്താലും മൊത്തത്തിലുള്ള അവന് ഏറ്റിരിക്കുന്ന മുഴുവൻ പരിക്കുകളുടെയും ഉത്തരവാദിത്വം തുല്യമായിരിക്കും. അല്ലാതെ ഒരാള് അടിച്ചു എന്നുള്ള രീതിയിൽ ഓരോരുത്തർക്കും ഇതിനെല്ലാത്തിനും ഉത്തരവാദിയാണ്, അല്ലാതെ അത് വീഴ്ച പോവില്ല. അപ്പം ഇത് ഇവര് നിരന്തരം പീഡിപ്പിച്ചു, 3 ദിവസത്തോളം നിരന്തരം പീഡിപ്പിക്കുകയും 3 മണിക്കൂറോളം ഒറ്റ സ്ട്രിങ്ങിൽ
പീഡിപ്പിക്കുകയും ആഹാരവും വെള്ളവും കൊടുക്കാതെ പീഡിപ്പിക്കുകയും ചെയ്ത് ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ അവൻ എങ്ങനെ എണീറ്റ് നിന്ന് കുരുക്കിട്ട് ഇത് ചെയ്യാൻ കഴിയുമെന്ന് തന്നെ സാറ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം. അതില് സംശയമുണ്ട്. ഇത് അവര് വയറ് ഉപയോഗിച്ച് കഴുത്തിൽ കെട്ടിയപ്പോൾ സംഭവിച്ചു പോയതാണ്. ആ സംഭവിച്ചു പോയതിനെ അവര് മറയ്ക്കാൻ വേണ്ടി മാത്രം. ഇത് ഒരു കാര്യം സാറേ, ഈ റൂം ചവിട്ടി തുറന്നു എന്ന് പറയുന്ന സാറ് കണ്ടോ, ഞാൻ കണ്ടോ, പോലീസ് കണ്ടോ? ആരും കണ്ടില്ല. കണ്ടത് ഡീനും അവിടെയുള്ള ഈ ചെയ്ത കുട്ടികളും മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഡീനാണല്ലോ അവിടുത്തെ മുഴുവൻ ഉത്തരവാദിത്വവും ഈ ഹോസ്റ്റലിന്റെ ഒക്കെ. ഇല്ല സാർ, ഡീൻ എന്താണ് പറയുന്നത്? ഹോസ്റ്റൽ വാർഡനില്ലേ അവിടെ? എന്താണ് പറയുന്നത്? അതെ, ഡീൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. വാർഡന്റെ ഒരു റോളെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഡീൻ പറയുന്നത് അദ്ദേഹത്തിന് ഒന്നും അറിയില്ല എന്നാണ്. അതെ, നാരായണൻ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നു. അപ്പം അവിടെ ഈ റൂം ചവിട്ടി തുറന്നെല്ലാം അറിയാം. വാർഡൻ ഈ വിഷയം തുടക്കം തൊട്ടറിയാം. വാർഡൻ ഈ വിഷയം മറച്ചു വെക്കാനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അറിയാം. അത് പിന്നീട് കൈവിട്ട് പോകുമ്പോഴാണ്. തീർച്ചയായും സാർ, തീർച്ചയായും അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ കാര്യങ്ങൾ വെളിയിൽ വരുള്ളൂ. ഇത് ഒന്നുകിൽ അവനെ ചെയ്യിച്ചു, കൊണ്ടുപോയിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്യിച്ചു, അല്ലെങ്കിൽ ഇവർക്ക് പറ്റിയ കയ്യബദ്ധത്തിൽ ഇവർ ചെയ്തു. അവന് സ്വമേധയാൽ എന്തായാലും ഈ കുടലിന് പോലും ഇത്രയും ഡാമേജ് പറ്റിയ ഒരു കുട്ടിക്ക് എനിക്ക് തോന്നുന്നില്ല അവന്റെ ആരോഗ്യസ്ഥിതി വെച്ച് മാത്രമാണ് അവന്റെ റിബ്സ് പൊട്ടാതിരുന്നതെന്ന് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും ചെറുപ്പക്കാരനായതുകൊണ്ടാണ് ഈ 3 ദിവസം അവന് ഇങ്ങനെയെങ്കിലും നിൽക്കാൻ കഴിഞ്ഞത്. അപ്പൊ നമ്മൾ അത് ആലോചിക്കണം. ഇതിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അവന്റെ ഇത് അങ്ങനെ ആൾക്കൂട്ട വിചാരണ അത് അത്രയും നിസ്സാരമായി തള്ളിക്കളയുന്നതൊന്നും പറ്റില്ല. ഇത് എന്തായാലും കൊലപാതകത്തിലേക്ക് എത്തിച്ച അവസ്ഥയാണുള്ളത്. അത് നിസ്സാരവൽക്കരിക്കുന്നത് തെറ്റാണ്. അതുപോലുള്ള ഈ 12 പേരെ അറസ്റ്റ് ചെയ്യാൻ ഇന്നും കഴിഞ്ഞിട്ടില്ലല്ലോ പോലീസിന്. 11 പേരെ ഒരാളിനെ മാത്രമല്ല ഞെട്ടിപ്പോവും. പോലീസ് ഇങ്ങനെയാണോ പറയേണ്ടത് എന്ന്. ഈ 11 പേരെയല്ലേ, ഇനി 11 പേരെ പിടികൂടാറുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയാണെന്ന് ആലോചിച്ചുവിടാനുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാര്യം, വിചാരണയിൽ നടന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഇന്ത്യക്ക് അപമാനകരമായ സാഹചര്യം വിചാരണ വേളയിൽ ഉണ്ടായി എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നാളെ ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരും. കാരണം പോലീസ് ഇക്കാര്യത്തിൽ നിഷ്ക്രിയത്വം പാലിക്കുകയാണെങ്കിൽ ശക്തമായ ഇടപെടൽ പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടാകും. അതിൽ യാതൊരു സംശയമില്ല. SFI എത്ര നാൾ ഈ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടും എന്നാണ് അറിയുവാൻ ബാക്കിയുള്ളത്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: സിദ്ധാർത്ഥിന്റെ മരണത്തിന് പിന്നിൽ SFI-യോ? 91% പ്രേക്ഷകരും പറഞ്ഞിരിക്കുന്നത് SFI-യുടെ പങ്കാളിത്തമുണ്ടെന്നാണ്. ഇല്ല എന്ന് 6%, നിഷ്പക്ഷം 3%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.